മതസ്പർദ്ധ വർദ്ധിപ്പിച്ച് മനുഷ്യനെ അന്യോന്യം കൊലയ്ക്കും കൊലപാതകത്തിനും പ്രേരിപ്പിക്കുന്ന കൊടുക്കുന്ന മാർഗമല്ല സുവിശേഷം. ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ ജാതിസ്പർദ്ധ വർദ്ധിപ്പിച്ച് മനുഷ്യനെ വൈരാഗ്യബുദ്ധിക്ക് ഏൽപ്പിച്ച് അങ്ങോട്ട് പ്രശ്നമുണ്ടാക്കി മനുഷ്യനെ തകർക്കുന്ന മാർഗമല്ല സുവിശേഷം. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രസംഗങ്ങളും രീതികളും ഉണ്ട്. ഞങ്ങളാണ് ജാതിയിൽ കൂടിയ പുള്ളി, മറ്റവർ കുറഞ്ഞതാണ്, ഞങ്ങൾ മുഖത്തിൽ നിന്ന് വന്നവരാ, മറ്റവർ നെഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു, മറ്റവർ കാലിൻ്റെ അവിടെ നിന്ന്, പിന്നെ കുറേ എണ്ണം എവിടെ നിന്ന് വന്നെന്ന് പോലും അറിയാൻ മേല. അതുങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ ദോഷമൊപ്പിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ജാതിസ്പർദ്ധ വർദ്ധിപ്പിച്ച് മനുഷ്യനെ അന്യോന്യം കൊലയ്ക്കും കൊലപാതകത്തിനും തമ്മിത്തല്ലിനും അടിപിടിക്കും അല്ലെങ്കിൽ നാശത്തിന് ഏൽപ്പിക്കാൻ പ്രേരണ കൊടുക്കുന്ന മാർഗമല്ല സുവിശേഷം. അങ്ങനെയുള്ള മാർഗങ്ങളുണ്ട്. മറ്റൊരുത്തനെ തകർക്കാൻ പ്രേരണ കൊടുക്കുന്ന മാർഗവുമല്ല, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ മാത്രം ഇവിടെ താമസിച്ചാൽ മതി, വേറെ ആരും ഈ ഏരിയയായി കണ്ടുപോകരുത്. സ്റ്റാൻലിയുടെ ആങ്ങളെ അല്ല, അത് തന്നെ ചോദിച്ചു. രണ്ടുപേരും ഉണ്ടല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, ഞങ്ങൾ മാത്രം ഇവിടെ താമസിച്ചാൽ മതി, വേറെ ആരും ഈ ഏരിയയായി വേണ്ട, ഇത് ഞങ്ങളുടേതാ. അങ്ങനെയൊക്കെ പ്രേരണ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു കാര്യമല്ല സുവിശേഷം. ഇങ്ങനെ പറഞ്ഞാൽ അത് തന്നെ ഇന്ന് വെളുക്കോളം പറഞ്ഞു നിൽക്കുക. എന്നോട് അവർ പറഞ്ഞു, അച്ഛാ ഇന്ന സമയത്തെങ്കിലും നിർത്തണേന്നും പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞാൽ ഇന്ന് നാളെ പോയി പറ്റുണ്ടാകുകയല്ല. അപ്പൊ അതുകൊണ്ട് 3-4 കാര്യം ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പൊ സുവിശേഷം എന്തല്ല? മതം മാറ്റമല്ല, സഭ മാറ്റമല്ല, സംഘടന മാറ്റുന്നതല്ല, ജാതിസ്പർദ്ധ വർദ്ധിപ്പിക്കുന്നതല്ല, അവരനെ കൊലയ്ക്ക് കൊടുക്കുന്ന മാർഗവുമല്ല. പിന്നെ എന്താണ് സുവിശേഷം? വായിക്കാം. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ തിരുവെടുത്ത്. അറിവുള്ള വാക്യമാ എങ്കിലും മൈക്കിൽ കൂടെ വായിച്ചോ. മൈക്കിൽ കൂടെ വായിപ്പിക്കുന്നത് ഈ പറയുന്നതൊക്കെ വേദപുസ്തകത്തിലെ കാര്യമാണെന്ന് അറിയണം, അതിനായി വായിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ ചിലർ പറയും എന്തുവാന്നോ 3-4 ദിവസം അതുങ്ങളെല്ലാം കൂടെ കിടന്ന് അലറുകോ കൂവോ അയ്യോ പൊത്തോ എന്നൊക്കെ. എന്നതാന്നോ എന്തുവാ പറഞ്ഞ എന്നതാന്നോ ഇവനെല്ലാം പറഞ്ഞത്? അങ്ങനെ പറയരുത്. ഈ പറഞ്ഞതെല്ലാം വിശുദ്ധ തിരുവെടുത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അതിനായി ഇത് വായിപ്പിക്കുന്നത്. സഹോദരിമാരുടെ പേരെന്തുവാ? ഷൈനി. അപ്പറയോ? അനിത. ഷൈനി അനിതയും കൂടെ വായിച്ചേ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-8. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു സുവിശേഷം. എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, നാട്ടുകാരെ, ശ്രോതാക്കളെ, ആ സമീപ ഭവനങ്ങളിൽ സ്ഥലങ്ങളിലൊക്കെ ഒളിഞ്ഞോ തെളിഞ്ഞോ മറഞ്ഞോ വന്നോ ഇരുന്നോ ഒക്കെ വളരെ ക്ഷമയോടെ ഓൺലൈനിലുമൊക്കെ കേൾക്കുന്നവരോട് ഒന്നുകൂടെ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാ, എന്താണ് സുവിശേഷം? സുവിശേഷം യേശുക്രിസ്തു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ടെന്നും പറഞ്ഞ് നിർത്തിയില്ല. ഷൈനി കുത്തുണ്ടോ? ഇല്ല. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് നിർത്തിയില്ല, ഉയർത്തെഴുന്നേറ്റു. അപ്പൊ എന്താണ് സുവിശേഷം? യേശുക്രിസ്തു, അതാ സുവിശേഷം. അതിനാ ഒരല്പ വിശദീകരണം വിവരിക്കുന്നില്ല, ഒരു ചെറിയ വിവരണം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 3-ാമത്തെ തിരുവെടുത്ത് വായിച്ചാട്ടെ. ഇതെല്ലാം അറിവുള്ള വാക്യമാ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും യേശുക്രിസ്തു തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു അടക്കപ്പെട്ട് തിരുവെഴുത്തുകളും പ്രകാരം 3-ാം ദിവസം ഉയർത്തു. ഇതാ സുവിശേഷം. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ അടക്കം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്, അതാണ് സുവിശേഷം. സുവിശേഷം.
ഇതേത് നട്ടപ്പാതിരയ്ക്ക് ആര് ചോദിച്ചാലും മറുപടി പറഞ്ഞോണം. അല്ല, എവിടെ കിടന്ന് മഴയത്ത് കാറ് പോകുമ്പോൾ വൈപ്പർ അടിക്കും പോലെ കിടന്ന് അടിച്ചേച്ചാൽ ഇത് മറുപടി പറയാതെ പോകരുത്. ഏത് സമയത്ത് ആര് ചോദിച്ചാലും ഇത് കൃത്യം മറുപടി പറഞ്ഞോണം. അല്ല, ഇനിയുള്ള കാലത്തൊക്കെ പലരും ചോദിക്കുവേ, ചിലപ്പോൾ പോലീസുകാർ ചോദിക്കാൻ സാധ്യതയുണ്ട്, എന്ത് ഓടുന്നു, അപ്പൊ ഇത് പറയണം. ചിലപ്പോൾ പള്ളിപ്രശ്നരാകാൻ സാധ്യതയുണ്ട്, അപ്പൊ ഇത് മറുപടി പറയണം. ഹൈന്ദവരായ സ്നേഹിതന്മാരോ മുസ്ലിം സഹോദരങ്ങളോ ഇതര മതസ്ഥരോ അല്ല, നിരീശ്വരവാദികൾ പോലും ചിലപ്പോൾ ചോദിക്കുക എന്തുവാണ്, ഇത് മറുപടി കൊടുക്കണം. അപ്പോൾ എന്താണ് സുവിശേഷം? സുവിശേഷം നസ്രയനാകുന്ന യേശു ക്രിസ്തു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, അതാണ് സുവിശേഷം. അതെ, സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് വിശദീകരിച്ച് പോകുന്നില്ല, തൊട്ട് അങ്ങ് പോവുക. പ്രൈവറ്റ് ബസ് പോകുമ്പോൾ കാരണം ആളിറങ്ങുന്നതിന് മുന്നേ അവൻ ബെല്ലടിക്കുക, ഒരു കാല് താഴെ ഒരു കാല് അങ്ങനെ. ഇറങ്ങുന്ന പുള്ളി ബാലൻസ് ഉണ്ടെങ്കിൽ വീഴാതെ. അപ്പൊ ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. രണ്ടാമത്തെ തലക്കെട്ട്, അല്ല എഴുതിയെടുക്കുന്നവർക്കുണ്ടെങ്കിൽ അതിനായി തലക്കെട്ട് കൂട്ടി പറയാൻ. എല്ലാവരും പഠിച്ചിരിക്കുന്നതുകൊണ്ട് ഇതൊന്നും വേണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. എന്തുവാടാ അവിടെ നിന്ന് മറിയുന്നത്? അവിടെ അങ്ങനെ മര്യാദയ്ക്ക് ഇടാം. ചൈനയുടെ താന്നു, എനിക്ക് തോന്നി. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. രണ്ട് തലക്കെട്ട്, എന്തിനാണ് സുവിശേഷം? തുളസി അല്ലേ? ഈ കർത്താവിന്റെ ദാസൻ തുളസി അവർകൾക്കും ഈ പെരിക്കുളം സഭയിലുള്ള ദൈവമക്കൾ, പെരിക്കുളം സഭയിലുള്ളവരെന്ന് എഴുന്നേറ്റ് നിന്നത് അവക്കാർ വന്നു ആദ്യം അറിയട്ടെ. ഇത്രയും ദൈവമക്കളുണ്ടല്ലേ, അയ്യോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിന് ഇത്ര തീർത്തിയിരിക്കാൻ എഴുന്നേരിക്കോ കൊച്ചാ, എഴുന്നേറ്റ് നിൽക്കടി, അവർക്ക് അങ്ങ് നടുവും നട്ടലും ഒന്നും ഇല്ലെന്തോ. ഈ മാന്യ സഹോദരന്മാർ, മാന്യ സഹോദരിമാർ, ഈ ബഹുമാന്യ എഴുന്നേറ്റ് ഒന്നും. അപ്പൊ എന്തിനാ സുവിശേഷം എന്ന് ചോദിച്ചാൽ എന്റെ ഭാഷയാ, ഇവരുടെ വള്ള വീർപ്പിക്കാനല്ല, ഇവരുടെ കുടുംബത്തിന്റെ സന്ധാരണത്തിനുമല്ല, ഇവരുടെ കയ്യിൽ കാശ് കണ്ടവാനം കിടന്നിങ്ങനെ കുത്തുക. എന്നാ പിന്നെ എന്തേലും ഒരു പ്രോഗ്രാം, നമുക്ക് കാശൊന്നുമില്ല, എനിക്ക് ആ നിപ്പ് കാണുമ്പോൾ അറിയാം പരുവക്കേടുകാരാ, ഇരുന്നു. പിന്നെ എന്തിനായി സുവിശേഷ യോഗം ഇവിടെ നടത്തുന്നത്? എന്തിനായി സുവിശേഷം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വായിച്ചേ, തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11. എന്തിനാണ് സുവിശേഷം? ഒറ്റ വാക്യം പറഞ്ഞാൽ സകല മനുഷ്യനും രക്ഷപ്പെടാൻ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തും കൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. എല്ലാ വാക്യങ്ങളും പഠിപ്പിക്കുന്നില്ല, തൊടുകൈക്കുള്ള പറം കേട്ടോ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. അപ്പൊ എന്തിനാണ് സുവിശേഷം? ഒറ്റവാക്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, സകല മനുഷ്യനും രക്ഷപ്പെടണം. ഒരു വിഭാഗത്തിൽപ്പെട്ടവരോ ഒരു മതത്തിൽപ്പെട്ടവരോ ഒരു സംഘടനയിൽപ്പെട്ടവരോ ഒരു സ്ഥലത്തുള്ളവരും മാത്രമല്ല രക്ഷപ്പെടേണ്ടത്, സകല മനുഷ്യനും രക്ഷപ്പെടണം. പെരിങ്കുളംകാർ മാത്രമല്ല, ആറ്റിങ്ങൽക്കാർ മാത്രമല്ല, കൊല്ലം ജില്ലയിലുള്ളവർ മാത്രമല്ല, കേരളത്തിലുള്ളവർ മാത്രമല്ല, ഇന്ത്യക്കകത്തുള്ളവർ മാത്രമല്ല, ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് ജീവിക്കുന്ന അല്ലെ മനുഷ്യരായ സകല വ്യക്തികളും രക്ഷപ്പെടണം. അതിനാണ് സുവിശേഷം. അതിനാ സുവിശേഷം. എല്ലാം തൊട്ട് പോവുക. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാം. എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം, എല്ലാവർക്കും നന്മയുണ്ടാകണം, എല്ലാവരും ഉയർത്തപ്പെടണം. അതാ ആ ചിന്തയാ. അതാ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
മൂന്നാമത്തെ തലക്കെട്ട്, ആരാണ് ഈ ആരോടാണ് അല്ലെങ്കിൽ ആരാണ് സുവിശേഷം കേൾക്കേണ്ടത്, അല്ലെ ആരോട് പറയണം? സുവിശേഷം ആരോട് പറയണം? ആരോട് സുവിശേഷം പറയണം? 2 വാക്യം വായിക്കണം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യവും 13-ാം അധ്യായത്തിന്റെ 10-ാം വാക്യവും. 2 അറിവുള്ള വാക്യം എന്തെങ്കിലും വായിച്ചോ? 16, 15 ആദ്യം വായിച്ചേ. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം സുവിശേഷം അറിയിക്കണം. അപ്പോൾ സുവിശേഷം ആര് കേൾക്കണം? സകല സൃഷ്ടികളും ഇത് കേൾക്കണം. എനിക്ക് തുളസി പാസ്റ്ററോടും ഇവിടുത്തെ മാന്യസഭയോടും വളരെ ബഹുമാനം, അഭിനന്ദിക്കുന്നു. അതിനൊരു കാരണം, ഞാൻ ആ ജംഗ്ഷന് വന്നപ്പോഴേ ക്ലിയറാ കേൾക്കാം, ഇങ്ങോട്ട് വണ്ടി എടുത്തപ്പോഴും ക്ലിയറാ കേൾക്കാം. ഏതാ മൈക്ക്? ചില സ്ഥലങ്ങളില് ലക്ഷക്കണക്കിന് രൂപ മുടക്കി യോഗം നടത്തും, കേൾപ്പിക്കുകയല്ല. തൊട്ടടുത്ത് താമസിക്കുന്നവരും കേൾക്കുകയല്ല. എന്തുവാണ്? അല്ല, ചിലയിടത്ത് കേൾപ്പിക്കാനും കൊള്ളുകയല്ല. നിങ്ങളെ അഭിനന്ദിക്കുന്നത് കേൾപ്പിക്കുന്നുണ്ടല്ലോ. എന്തിനാ ഇത് കേൾപ്പ്? സകല സൃഷ്ടികളും ഇത് കേൾക്കണം. അല്ല, നമ്മളെ ആക്ഷേപിക്കുന്നവരും പരിഹസിക്കുന്നവരുണ്ട് ചിലര്, എല്ലാവരും അല്ല ചിലര്. അപ്പൊ അവരും കേൾക്കണം. കാരണം എന്തുവായി പറയുന്നത്? ഇത് എന്തുവായി ഇവർ ഈ പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുക? അത് കേൾക്കണ്ടായോ? കേൾക്കണം. അത് ക്ലിയറായിട്ട് കേൾക്കണം, നന്നായിട്ട് മനസ്സിലാക്കണം. അതെ. അപ്പോൾ എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ഇത് ആര് കേൾക്കണം? ഒന്ന്, സകല സൃഷ്ടികളും ഇത് കേൾക്കണം. ആ 13-ന്റെ 10 വായിച്ചേ സഹോദരി. എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാണ്. സകല ജാതികളോടും ഇത് പറയണം. അതാ ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു വിഭാഗത്തിൽപ്പെട്ടവരോ ഒരു ഏരിയയിൽപ്പെട്ടവരോട് മാത്രമല്ല, സകല ആൾക്കാരോടും ഇത് പറയണം. ഇഷ്ടമുണ്ടേ അംഗീകരിച്ചാൽ മതി, ഇഷ്ടമുണ്ടെങ്കിൽ ഉൾക്കൊണ്ടാൽ മതി. പക്ഷെ ഇത് എല്ലാവരും കേട്ടിരിക്കണം, എല്ലാവരും കേൾക്കണം. സകല ജാതികൾ. 49-ാം സങ്കീർത്തനത്തിന്റെ തലക്കെട്ടോടെ ഇതിനോട് ചേർത്ത് ഒന്ന് വായിക്കുന്നത് ഉചിതമായിരിക്കും. സങ്കീർത്തനം 49-ന്റെ 1-ാം വാക്യം വായിച്ചേ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ. മതി മതി. അപ്പൊ സകല സൃഷ്ടികളും കേൾക്കണം, സകല ജാതികളും ഇത് കേൾക്കണം. എന്തുവാ? സുവിശേഷം. അതിനാ ഇത് കേൾക്കാൻ കൊള്ളാവുന്നതാ, ഇത് കേൾക്കാൻ കൊള്ളാവുന്നതാ, കേട്ടിരിക്കാനും കൊള്ളാവുന്നതാ. ഇതെല്ലാവരും കേൾക്കണം. പ്രായമുള്ളവരും പിള്ളേരും വല്യപ്പനും വല്യമ്മയും യൗവനക്കാരനും ചെറുപ്പക്കാരും എല്ലാവരും കേൾക്കണം. എന്നാ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കേൾക്കാൻ കൊള്ളാവുന്നതാ സുവിശേഷം. മറ്റു വാർത്തകളല്ല എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കേൾക്കാൻ കൊള്ളുകയില്ല. നിങ്ങൾ കേട്ടിട്ടില്ലയോ? ചില കൊച്ചുങ്ങൾ അടുത്തിരിക്കുമ്പോൾ പ്രായമുള്ളവർ വർത്താനം വെച്ചാൽ എന്തോ കേൾക്കാനാടാ കീഴേ വന്നിരിക്കുന്ന മൂത്തവർ വർത്താനം പറയുന്നതിനിടെ എന്നാ കൂടെ. അപ്പൊ കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ മേലാത്തതാ മൂത്തവർ വെച്ച് അനത്തുന്നത്. കൊച്ചുങ്ങൾക്ക് ഇതൊന്നും കേൾക്കാൻ കേട്ടിട്ടില്ല. എന്തുവേണം? പ്രായമുള്ളവർ വർത്താനം പറയുന്നതിന്റെ കീഴേ കയറി എന്നാ കേൾക്കാൻ? അവന് ഓലപ്പന്ത് ചുരുട്ടുന്നെങ്കിലും അവന്റെ ചെവി തള്ളയുടെ ഇടയ്ക്ക് അവൻ അഭിപ്രായവും പറയുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നത് എന്തു കേൾക്കാനാണ്? ഇപ്പൊ നേരെ തിരിഞ്ഞ്, ഇപ്പൊ പിള്ളേര് നേരെ തിരിച്ചാ. ഞങ്ങൾ പിള്ളേര് വർത്താൻ പറയുമ്പോ അപ്പച്ചൻ എന്തിനാ അതിന്റെ കീഴെ? അപ്പൊ അപ്പച്ചന്റെ കണ്ണ് പൊട്ടുന്ന സാധനം ആ പിള്ളേർ അടിച്ചു വിടുന്നത്. അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ. അപ്പൊ ഈ ലോകത്തിൽ ഈ കാലയളവിൽ അപ്പനും അമ്മയ്ക്കും മക്കൾക്കും അല്ലെങ്കിൽ മരുമകൾക്കും അമ്മായിയമ്മയ്ക്കും അമ്മായിയപ്പനും ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും വല്യപ്പനും വല്യമ്മയ്ക്കും എല്ലാം ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റാത്ത വാർത്തകളാണ് അമ്മ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വാർത്തയ്ക്കൊരു വിശേഷത. ഏതാ? സുവിശേഷം, ഗുഡ് ന്യൂസ്, നല്ല വാർത്ത. ഇതിന്റെ വിശേഷം എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് കേൾക്കാം.
എന്നേക്കാൾ മൂത്ത രാജൻ പാസ്റ്ററും അതുപോലെ തന്നെ ദൈവദാസനും എന്നേക്കാൾ ഇച്ചിരി മൂത്തതാ. എനിക്ക് 50 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇച്ചിരി മൂപ്പുണ്ട്. എന്നേക്കാൾ പ്രായമുള്ള കർത്തദാസന്മാരാണ്ട് ഈ അമ്മ, ഈ അപ്പച്ചന്, ഏതാണ്ട് ഈ കൊച്ചന്, എല്ലാവരും ഒന്നിച്ചിരുന്നല്ലേ കേൾക്കുന്നേ. അടുത്തുള്ള ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവര്, ശബ്ദപരിധികൾ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ നാട്ടുകാർ എല്ലാവരും കേൾക്കുക. അതെന്നാ എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്നത് ആ സുവിശേഷം. ദൈവത്തിന് മഹത്വം. ഇടയ്ക്ക് കയറി പറയാം. അപ്പൊ എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമായതുകൊണ്ട് എൻ്റെ ഭാഷയാകട്ടോ, ഇത് അഭിമാനത്തോടെ പറഞ്ഞോണം. അതിനൊരു വാക്യം തരാം. വായിര്. റോമർക്കെഴുതിയ ലേഖനം 15:21. എല്ലാത്തിനും വാക്യമുണ്ട്. പിന്നെ 15:21 ഷൈനി വായിര്. അവനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും. അടുത്തത് എന്ന് എഴുതിയിരിക്കുന്നത് പോലെ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നു. ഇത് അഭിമാനത്തോടെ പറയണം. സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നെന്ന്. അതന്നെ, ഇത് അഭിമാനത്തിന്റെ മാർഗമാണ്. ഇത് അഭിമാനമുള്ള മാർഗമാണ്. അല്ലാതെ ഭേദവത്വം പിടിച്ചോണ്ട് പമ്മി നടക്കരുത്. കൂടിനകത്ത് വയറ്റിനകത്തോട്ട് ഇറക്കി വെച്ച് ഏതാ മുണ്ടിനകത്ത് ന്യൂ ടെസ്റ്റ്മെന്റ് വെച്ച് ഷർട്ട് വിട്ടു. ഒന്നും അറിയാൻ മേലാത്തവനെ പോലെ അവൻ എന്നിട്ട് ഹോളിന്റെ വാതിൽ ചെല്ലുമ്പോൾ ഷർട്ട് പൊക്കി വെച്ച ഇതും എടുത്ത് മിടുക്കനാ. എവിടെയെങ്കിലും പോയി സ്നാനപ്പെട്ടിച്ച് പമ്മി നടക്കുക, ആരും അറിയാതെ. നീ ഇത് അഭിമാനത്തോടെ പറ. ചെല്ലു പറഞ്ഞു ഞങ്ങളുടെ വീട്ടുകാരറിയുമെന്ന്. അയ്യോ, ആ വീട്ടുകാരോട് അഭിമാനത്തോടെ പറയണം. ചെല്ലു പറയാ നാട്ടുകാരറിയുമെന്ന്. നാട്ടുകാരോടും പറയണം അഭിമാനത്തോടെ. കാരണം ഇത് അഭിമാനത്തോടെ പറയേണ്ട കാര്യമാണ്. അതിനാ യേശു ക്രിസ്തു ആരും അറിയാതാന്നോ മരിച്ച്? അല്ല, ആരും അറിയാതല്ലോ ജനിച്ചതും. ഈ ക്രിസ്തു യേശുവിന്റെ ജനനം തന്നെ ശ്രേഷ്ഠമാണ്. ഒരു തെളിവ് ഈ ലോകത്തിൽ ധാരാളം ആൾക്കാർ ജനിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം ജനനത്തിൽ നിന്ന് വ്യത്യസ്തമായി യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി. അതിന് ഒരു കാരണം, അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത്, ജനിക്കുന്ന സമയത്ത് അവിടുന്ന് ജനിച്ചു. എങ്ങും സ്ഥലമില്ലാകിയാൽ, വഴിയമ്പലത്തിലും സ്ഥലമില്ലാകിയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അങ്ങനെ ആ വേദപുസ്തകത്തിൽ അതങ്ങനെ തന്നെ. അല്ലാതെ പശുക്കൂട്ടിലൊന്നുമല്ല യേശുവിനെ പ്രസവിച്ചത്. സ്ഥലമില്ലാഞ്ഞുകൊണ്ട് പിന്നെ എവിടാ പ്രസവിച്ചെന്നൊക്കെ വേദപുസ്തകത്തിൽ കൃത്യം കാര്യം കിടപ്പുണ്ട്. അതിപ്പോ ഇന്ന് പറയുന്നില്ല. സംശയം എന്തെങ്കിലും ഉണ്ട്, ഞായറാഴ്ച ഹോളിലോട്ട് വന്നാൽ മതി, അന്നേരം ബാക്കി പറയാം. അങ്ങനെ പമ്മി ഇരുന്ന് കേൾക്കണ്ട. അപ്പോൾ ആ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി, അവിടുന്ന് ഭൂജാതനായപ്പോൾ ഈ വാർത്തയൊന്ന് അറിയിക്കാൻ ആദ്യം ദൈവം ഒരു ദൂതനെ അങ്ങോട്ട് അയച്ചു. ഒരു ദൂതൻ. അതിപ്പം വായിച്ച കണ്ണികളുണ്ട്, വായിച്ച ഷൈനി 2:8 മുതൽ ലൂക്കോസ് ഷൈനി അതെല്ലാം മറന്നു. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽക്കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ ശ്രദ്ധിക്ക്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് ഈ വാർത്ത അറിയിക്കാൻ ആദ്യം ദൈവം ഒരു ദൂതനെ അങ്ങോട്ട് വിട്ടു. ദൂതൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ചളുങ്ങിയിരിക്കുന്നതൊന്നുമല്ല. നമ്മുടെ ഇരിപ്പ് കണ്ടാൽ തന്നെ ഗതികേടാ, തൂങ്ങിച്ചത്ത പോലെ. എന്നാ മോനെ ഒരു സങ്കടം? അയ്യോ, ദൂതനെ പറ്റി എഴുതിയിരിക്കുന്നത് ശക്തിയും ബലവുമേറിയ ദൂതന്മാരെന്നാ. മാത്രമാണോ ദൂതന്മാരെ സൃഷ്ടിവൃത്തത്തെ പറ്റി പഠിക്കുമ്പോൾ ജ്ഞാനസമ്പൂർണ്ണരും സൗന്ദര്യ സമ്പൂർണ്ണരും ഒക്കെ ആയിരുന്നെന്നാ.
നല്ല കരുത്താ ദൂതന്മാർക്ക്. അതല്ലേ ഒരു ദൂതൻ ചെന്ന് അശൂർ പാളയത്തിൽ ഒറ്റയടി 1,85,000. സിംഹ ഗുഹയ്ക്കകത്തിലോട്ട് ദൈവം ദൂതനെ ഇറക്കി. ഒറ്റ ഒരെണ്ണം അനങ്ങിയില്ല. ദൂതന്മാരാണ്. കെറുബുകൾ സറാബുകൾ ദൂതരിവർ, കെറുബുകൾ സറാബുകൾ ദൂതരിവർ, സ്വർണ്ണക്കാകളങ്കരത്തിലെന്തിയ വിശുദ്ധ ഗീതക്കാർ, സ്വർണ്ണക്കാകളങ്കരത്തിലെന്തിയ ലക്ഷം ദൂതർ സേവിതേ നിതാ, ലക്ഷം ദൂതർ സേവിതേ രിതാ, യോഗന്നൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ, ഓ യോഗന്നൻ വെളിപ്പാടിൽ ഉദനായി ആവാവാനോ വാഴ്ത്തുന്ന വാനിൽ വാനിൽ വരുന്നു. മറ്റേ പാട്ടാ ജീവനെ ജീവനെ എന്നുള്ളതാണ്. അത് ഞാൻ ബാറ്റാടേയും ബെർലാടേയും ചെരുപ്പിട്ടെന്ന് പറഞ്ഞ പോലെ നമ്മുടെ രച്ചായന് ഇറങ്ങിയപ്പോ ഒരു കാലേ ബാറ്റാട് ഒരു കാട് പുള്ളി ഇത് 2 കമ്പനി ഇരിക്കട്ടെന്ന്. അപ്പോൾ ക്രിസ്തുയേശുവിന്റെ തിരുപ്പറവയുടെ ഒരു വിശേഷത, എല്ലാരും ജനിച്ച പോലല്ല യേശു ജനിച്ചത്. യേശു ക്രിസ്തു അങ്ങോട്ട് ഭൂജാതനായ സമയത്ത് ഈ വാർത്തയൊന്ന് അറിയിക്കണം. ഏതാ ഈ നല്ല വാർത്ത? ഏതാ സുവിശേഷം? ഈ വാർത്ത അറിയിക്കാൻ സ്വർഗത്തിൽ കൗൺസിൽ കൂടി. കൗൺസിൽ കൂടിയിട്ട് അഖിലാണ്ടങ്ങളുടെ ഉടയവനായ ദൈവം, ദൂതന്മാരിങ്ങനെ നിൽക്കുകയല്ലയോ, കോടി കോടി ദൂതന്മാര്, ദൈവത്തിന്റെ രഥങ്ങൾ 1000 മുമ്പേ പറഞ്ഞ ഇങ്ങനെ ചളങ്ങിയൊന്നുമല്ല ഇരിക്കുന്നത് ദൂതന്മാർ. നമ്മളൊരു പാട്ട് പാടുകയല്ലേ, സദാ സന്നദ്ധരായി ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ. മതി മതി മതി, ഒരു വരി തെളിയിക്കാനാ. അല്ല, ഇന്ന് മുഴുവൻ അതല്ല. അപ്പൊ ശ്രദ്ധിക്കുക, ദൂതന്മാരിങ്ങനെ സദാസന്നദ്ധരായിട്ട് നിൽക്കുക, കോടി കോടി ദൂതന്മാർ. വേറൊരു പാട്ടിന്റെ വരിയുണ്ട്, കോടി കോടി ദൂതരുമായി യേശുരാജൻ വരുന്നേരം മരിച്ചവർ ഉയർത്തിയിടും, വിശുദ്ധന്മാർ പറഞ്ഞിടും. കോടി കോടി വരുന്നേരം മരിച്ചവർ ഉയർത്തിയിടും, വിശുദ്ധന്മാർ പറഞ്ഞു. അപ്പൊ കോടി കോടി ദൂതന്മാരാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ തിരുപ്പറവയുടെ സമയത്ത് സ്വർഗത്തിലൊരു കൂട്ടായ്മയൊക്കെ ഒരു കൂടിവരവുണ്ടായിട്ട് ദൈവം ഒരു ദൂതനെ വിളിച്ചേച്ച് പറഞ്ഞു, താഴോട്ട് എന്ന് ആടിനെ തീറ്റി ആൾക്കാർ കിടക്കുക, അവരോട് ഒന്ന് കാര്യം പറയാം. ഇനി 8-ാം വാക്യം വായിച്ചേ. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അടുത്തത്, അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികിൽ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റുമിന്നി. അവൻ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, അപ്പൊ ഈ കർത്താവിന്റെ ഒരു ദൂതൻ, ഇനി 10-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. ദൂതൻ അവരോട്, അവിടെ ഏകവചനമാണ്. അപ്പോൾ ആ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ ഈ വാർത്ത അറിയിക്കാൻ ഒരു ദൂതനെ ആദ്യം ഇങ്ങോട്ട് വിട്ടു. തിരുപ്പിറവി അറിയിക്കുക. അപ്പോൾ ഒരു ദൂതനെ ഇങ്ങോട്ട് വിട്ടു. ഞാൻ ചോദിക്കട്ടെ,
ഈ ലോകത്തിൽ ജീവിച്ച മതനേതാക്കന്മാരും സാമുദായിക നേതാക്കന്മാരും ഭരണപരിഷ്കർത്താക്കളും മന്ത്രിപുങ്കവന്മാരും രാജ്യം അടക്കി ഭരിച്ചവരും വെട്ടിപ്പിടി അലക്സാണ്ടർ എന്ന് പറയുന്ന സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും സോക്രട്ടീസും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപിതാവും മൺമറഞ്ഞ മഹാത്മജി, അതുപോലെ തന്നെ എത്രയോ ശ്രേഷ്ഠരാകുന്ന ആൾക്കാർ. വിദ്യാനിപുണനായിരുന്നു എസ് രാധാകൃഷ്ണൻ, സർവേപ്പള്ളി, 28 ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഓർത്ത് നിങ്ങളൊന്ന് ഞെട്ടുമായിരിക്കുമെന്ന്. നിങ്ങൾ 60 ഡോക്ടറേറ്റ് കയറ്റി ഞെട്ടുകാലെന്ന് എനിക്കറിയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എത്രയോ ശ്രേഷ്ഠന്മാർ ഈ ഭൂമിയിൽ ജനിച്ചു. ആരുടെയെങ്കിലും ജനന സമയത്ത് സ്വർഗത്തിൽ നിന്ന് ദൂതം വന്നു. യേശു ക്രിസ്തുവിന്റെ തിരുപ്പറവ് ഈ സമയത്താ ദൂതം വന്നത് എന്ന് പറഞ്ഞ ജനന വാർത്ത അറിയിച്ചത് ദൈവദൂതനാണെന്ന്. നമ്മുടെയൊക്കെ ജനന വാർത്ത അറിയിച്ചത് പഴയ രീതിയാണ്, വയറ്റാട്ടിയാണ്. ഞങ്ങളുടെ നാട്ടിലെ ഭാഷ വയറ്റാട്ടി എന്ന് പറയും. എന്തോ ഇവിടെ പറയാൻ, അതൊക്കെ ഇപ്പോഴാണ്. വേറെ പുസ്തകത്തിന്റെ ഭാഷ പറഞ്ഞാൽ സൂതികർമ്മണി, മിഡ് വൈഫ്. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, ഞാനായിട്ട് എന്തിനാ അത് മുടക്കുന്നത്? എന്നാൽ നാടൻ ഭാഷ, ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ഭാഷ പറഞ്ഞാൽ വയറ്റാട്ടി എന്നാ പറയുന്നത്. അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഇപ്പോഴാണെങ്കിൽ പുതിയ മോഡേണിസം ഒക്കെ വന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ നേഴ്സുമാർ അല്ലെ ഡോക്ടർമാർ, നേഴ്സുമാർ ആണാന്നോ പെണ്ണാന്നോ അങ്ങനെ ഉണ്ട്. എത്ര കിലോ നമ്മൾ ഉടനെ വയ്ക്കുന്ന എത്ര കിലോ ഉണ്ടെന്ന് അതിന് കച്ചവടത്തിനാണ്. അതെ, ഞാനൊന്നും പറയുന്നില്ല. അപ്പൊ ഇവിടെ യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് വേറെ ആരും വലിയ വാർത്ത അറിയിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ദൂതന. അതാ ഈ ജനനത്തിന് വലിയ മഹത്വമാണ്. നമ്മുടെ ജനന സമയത്ത് ഏത് ദൂതനാ പറഞ്ഞു? നമ്മുടെ ഇരിപ്പം നോട്ടം കണ്ടിട്ട് മിക്കവാറും മറ്റേ ദൂതം വരാൻ അല്ല. ജനനത്തിന്റെ വിശേഷത, ജനിച്ച സമയത്ത് ഈ വാർത്ത പറയാൻ ദൈവം ഒരു ദൂതനെ അങ്ങോട്ട് വിട്ടു. ആ ദൂതൻ അങ്ങോട്ട് വന്ന് നാട്ടടിയന്മാര് പറഞ്ഞു, കിടന്ന് ഉറങ്ങാതിര, എഴുന്നേക്കടാ, നിങ്ങൾക്ക് ഒരു രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ക്ലിഷ്ടമാകിടപ്പും കണ്ടു നാമിക്കുന്നേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെയുത്തരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുത്തെ തിരുജനന സമയത്ത് ഈ വാർത്ത അറിയിക്കാൻ ദൈവം ആദ്യം ഒരു ദൂതനെ വിട്ടു. ആ ദൂതൻ വന്ന കാര്യമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്കടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിലെ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണുന്ന, നിങ്ങൾക്കൊരു രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു, സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പറ്റം ദൂതന്മാർ വീണ്ടും വരിക. ഇങ്ങനെ ആരാ ജനിച്ചത്?
ഷൈനിയെ വായിച്ചേ 11 വാക്യം. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് 13 വായിച്ചോ, എല്ലാം സമയമില്ല അതുകൊണ്ട്. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ആദ്യം ഒരു ദൂതം വന്ന് പറഞ്ഞ് ജനിച്ചെന്ന് അതങ്ങോട്ട് കേട്ട് തീരുന്നതിന് മുന്നേ ഒരു സംഘം. ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന യേശു എത്ര ശ്രേഷ്ഠനാണെന്നറിയാമോ? ഇതുപോലെ വെണ്മയുള്ള മണ്ണവാളൻ വേറാരുമില്ല. ഇതുപോലെ വെണ്മയുള്ള മണവാളൻ ആരുമില്ല. 10,000 പേർകളിൽ അതിശ്രേഷ്ഠ മണവാളനെ 10,000 പേർകളിൽ അതിശ്രേഷ്ഠ ആളൻ ഉയർന്നു വരും. എപ്പോൾ വരും പോയതുപോ എൻ മണവാളൻ. എന്നു വരും, എപ്പോൾ വരും പോയത് പോലെ മണവാളൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം അങ്ങോട്ട് വന്നിച്ച് പിന്നെ അങ്ങ് ഗാനാലാപോ നമ്മൾ പാടും പോലൊന്നും വേണം. ഇവ നമ്മുടെ ഇടയിലും കുറെ പാട്ടുകാരുണ്ട്. 2 പാട്ടുമായിട്ട് ഇറങ്ങിയേക്ക്. 2 പാട്ടേ ഉള്ളൂ, 2 പാട്ട്. കല്യാണ വീട്ടിലും 2 പാട്ട്, ചവടക്കുന്നിടത്തും ഈ 2 പാട്ട്, കൊച്ചിനെ പ്രതിഷ്ഠിക്കുമ്പോഴും ഈ 2 പാട്ട്, സഭായത്തിന് വന്നാലും ഈ 2 പാട്ട്, ജനറൽ കൺവെൻഷന് വന്നാലും ഈ 2 പാട്ട്, ഡിസ്ട്രിക്റ്റിന് വന്നാലും നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റും. മാത്രമല്ല മൈക്കിൽ കൂടെ പറയുന്നത് മോശമാ, ഭയങ്കര റേറ്റുമാണ്. ആണ്ടെ 3 ദിവസം ഇരുന്ന് പാടുക. കാലിടാന്ന് ഞരമ്പ് 2 സൈഡിലും തെളിഞ്ഞു നിൽക്കുക, ശ്വാസം പിടിച്ചു. അത് തീരാനായിട്ട് പുള്ളി കിടന്ന് കരയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ മിടുക്കന്മാർ 2 പാട്ടുമായിട്ട് പാട്ടെന്നതാ, അത് അതിലും വിചിത്രം. ആട്ടെ, ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ഇവിടെ നല്ല ഒന്നാന്തരം പാട്ട്, ദൂതന്മാരങ്ങോട്ട് പാടുക. ഒന്ന് വായിച്ചോ ഷൈനിയെ വായിര്. ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. നന്നായിട്ട് വായിക്കും ഷൈനി. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം. എത്രയൊന്നും എഴുതിയിട്ടില്ല, കണക്കില്ലാത്ത ദൂതന്മാരാ. ഇനി എന്റെ ഭാവന ഞാനങ്ങ് പറയാ കേട്ടോ. ദൂതന്മാരെല്ലാം അങ്ങോട്ട് വന്ന ആകാശമണ്ഡലം അങ്ങോട്ട് നിറഞ്ഞു. രക്ഷകൻ കിടക്കുകയല്ലേ, രക്ഷിതാവ് കിടക്കുകയല്ലേ. നിവാസികളെ രക്ഷ ചെയ്വതിന് അക്ഷയ കുമാരനേശു മർത്യനായി വന്നു. നിവാസികളെ രക്ഷ ചെയ്വതിന് അക്ഷയ കുമാരനേശു മർത്യനായി വന്നു. തലേന്ന് നേരമില്ല, അതുകൊണ്ട് എല്ലാം ലോപിക്കുക. അപ്പൊ ഈ ലോകരക്ഷകൻ വന്ന് പിറവിയെടുത്തിരിക്കുക. ഈ ദൂതന്മാരുടെ ഒരു വലിയ സംഘം, എന്റെ ഭാഷയാ, ആകാശമണ്ഡലം ഇങ്ങോട്ട് നിറഞ്ഞു. ഈ കുഞ്ഞിനെ ഇങ്ങനെ കാണുക, എന്തോ പ്രഭയാ, അല്ലാതെ വളിച്ച മോന്തയൊന്നുമല്ല. കൊച്ചിനെ കണ്ടേച്ച് ആർക്കും പനി ഒന്നുമില്ല. ചിലരെ നമ്മൾ അർദ്ധരാത്രി കണ്ട പനിക്കും. കറണ്ടില്ലേ പറയുകയും വേണ്ട.
യേശുവിനെ കണ്ട് ആരും പനിച്ചിട്ടില്ല. യേശു ചെന്നപ്പോ ഒരു തള്ളയുടെ പനി പോകുക ചെയ്തത്. അത് ലൂക്കോസ് ഡോക്ടർ ആയതുകൊണ്ടാണ് കൃത്യം പറഞ്ഞേ. മറ്റേ സുവിശേഷകൻ പനി എന്നാ പറഞ്ഞ്, പള്ളക്ക് പനിയായിരുന്നു. ലൂക്കോസ് ഡോക്ടർ ആയതുകൊണ്ട് കൃത്യം പറഞ്ഞ് കഠിന ജ്വരം. ആ വിവരമുള്ളവൻ വേണമെന്ന് പറയാം. സ്തോത്രം. യേശുവിനെ കണ്ടാരും പനിക്കത്തില്ല. പനിയുള്ളവൻ യേശുവിനെ കണ്ടാ വിടുതല. യേശുവിനെ കണ്ടാരും പേടിക്കത്തില്ല. എന്നാൽ ഭയമുള്ളവൻ യേശുവിനെ കണ്ടാൽ ഭയം മാറും. അതാ യേശുവിന്റെ മഹിമ. ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാമെന്തു ഭാഗ്യമുള്ളോർ പ്രിയരെ, നാമെന്തു ഭാഗ്യമുള്ളോർ. നാഥന്റെ കാഴ്ചവെടുനാൾതോറും പിന്തുടരാൻ മാതൃകയായി താൻ, നല്ല മാതൃകയായി താൻ. ഞാൻ പാട്ട് പാടുമ്പം ഇതിന്റെ ശബ്ദവും ഇതിൻ്റെയൊക്കെ ശബ്ദം താഴെ നിൽക്കണം. ചിലപ്പോൾ ഞാൻ പാട്ട് പാടിയിട്ട് ഇവർക്ക് വായിക്കാൻ അവസരം കൊടുക്കും. അന്നേരം അത് കൂട്ടിക്കണം. ഞാൻ അന്നേരം മിണ്ടുകയില്ല. ഞാൻ പാടുമ്പം ആ പാടുന്ന പാട്ടിൻ്റെ വരി ശബ്ദം മേളിൽ നിൽക്കണം. ഇതെല്ലാം അതിൻ്റെ കീഴ്. ഇത് പറഞ്ഞെന്നോർത്ത് വായിക്കാതെ ഇരിക്കരുത്. ഇത് താൻ തന്നെ നിങ്ങൾ പാടിക്കൊന്നും പറയരുത്. ഇത് നിങ്ങളോട് വൈരാഗ്യം ഉണ്ടായിട്ടോ നാട്ടുകാരോട് അതിർത്തി ഉണ്ടായിട്ടല്ല. വേദപുസ്തകത്തിലെ പ്രമാണം സംഗീതക്കാര് മുമ്പിലും വീണക്കാര് പിമ്പിലും. അതാ ഓർഡർ. അതാ. ഇനി ഇന്നെന്നല്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഈ ശുശ്രൂഷയ്ക്ക് പോയാൽ അതായിരിക്കണം ഓർഡർ. മൈക്ക് മൈക്കല്ല മോനെ, മോന്റെ പേര് ഷിബിൻ. യോ, ഞങ്ങളുടെ BIPയുടെ പ്രസിഡന്റാണ് ഷിബിന്. നല്ല പേര്. പിന്നെ നല്ല പേര്. അപ്പോൾ ലോകരക്ഷകൻ പിറവിയെടുത്ത് കിടക്കുക. ദൂതന്മാരുടെ ഒരു സംഘം. എത്രയൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. എന്റെ ഭാഷ പറഞ്ഞ ലക്ഷക്കണക്കിന് ദൂതനായിരിക്കും. ഇതുപോലെ ആരുടെ പിറവിക്ക സംഭവിച്ചേക്കുന്നത് എന്ന് പറയുന്നത് വലിക്കും. അങ്ങോട്ട് കൊടുത്ത് ഞാൻ കൊടുത്തില്ലോ, എല്ലാം വലിച്ചെടുത്തു. സാമിന് കൊടുക്കാനോ? കൊടുക്കും. ശാലയുടെ ഒരെണ്ണം ഇരിക്കണം, രണ്ടുപേരും സഹായിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ദൂതന്മാരുടെ ഒരു വലിയ സംഘം. വായിച്ച ശൈലി. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. എന്ത് നല്ല പാട്ടാ! അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. പിന്നെ ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അപ്പൊ ഈ രണ്ട് കാര്യം പാട്ടിനകത്തും വേണം. ഒന്ന് ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കണം, രണ്ട് മനുഷ്യന് സമാധാനവും. ചില പാട്ട് കേട്ടാൽ നമ്മളുള്ള സമാധാനം കൂടെ ചില സമാധാനത്തോടാ വന്നിരുന്നത്. കേട്ടപ്പോ അതും ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കണം. ഇപ്പോഴത്തെ ചില പാട്ട് ദൈവത്തിന് അങ്ങനെ മഹത്വം ഒന്നുമില്ല. കേട്ടിട്ടില്ലേ? എൻ്റെ വീട്ടിലാകാരം കുറയുക. അതിനെ അറിയാനുമുണ്ട്. ആട്ടെ. ചിലതൊക്കെ യോഗം തുടങ്ങും പാടേണ്ട പാട്ടൊന്നും അറിയത്തില്ല. കാക്കാശിന് ബോധവും വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത കുറേ എണ്ണം. സ്റ്റാൻലി എനിക്കറിയാം. സ്റ്റാൻലി നല്ല സഹോദരനാണ്. ഞങ്ങൾ ഒത്തിരി സ്ഥലങ്ങളിൽ ഒന്നിച്ച് ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്.
നല്ല പാട്ടുകളുമാണ്. ബലഹീനനാകുന്നെന്നെ താങ്ങുന്നുള്ള നല്ല പാട്ടുകൾ. ആ കോവിഡിൻ്റെ സമയത്ത് ഞങ്ങളെല്ലാം കൂടെ ഹാർവെസ്റ്റിൽ പാട്ടും പ്രാർത്ഥനയും വളരെ അനുഗ്രഹമായി. അപ്പൊ ചിലർക്ക് ഒരു സഭായോഗം പ്രാർത്ഥിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് പാട്ട് പാടണമെന്ന് അറിയത്തില്ല. ആരാധനയ്ക്ക് തുടങ്ങുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്തുതിഗീതങ്ങൾ പാടണം. ചില വെളിവ് കെട്ടതൊക്കെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. പ്രാർത്ഥിച്ചു തുടങ്ങിയ ഉടനെ പാടുന്ന പാട്ടൊക്കെ വേറെ. ഞങ്ങളൊരു യോഗത്തിന് ചെന്നപ്പോൾ പ്രാർത്ഥിച്ചങ്ങോട്ട് തുടങ്ങി. ഞാനും ചില നേരത്തെ ചെന്നു. അങ്ങനെ പോവുക പതിവില്ല. അന്ന് അങ്ങ് ചെന്നു പെട്ടു. ബെന്നിച്ചൻ പ്രാർത്ഥിച്ചേച്ച് പറഞ്ഞ് പാട്ട് പാടാം. ആരുമില്ല ഒരു പാട്ട് പാടാൻ. അപ്പൊ ഒരു തള്ള പാടുക, ഒലിവും മല ഒരുങ്ങിക്കഴിഞ്ഞല്ലോ. ഒരു യോഗം തുടങ്ങുക. അതിന് തള്ളക്ക് എന്നാ മല ഒരുങ്ങിയതിന്. അങ്ങനെ വെളിവ് കെട്ട ഒത്തിരി എണ്ണമുണ്ട്. അപ്പൊ പാട്ടിനകത്ത് ദൈവത്തിന് മഹത്വം. പണ്ടൊക്കെ സഭായോഗം പ്രാർത്ഥിച്ചങ്ങോട്ട് തുടങ്ങിയ ഉടനെ അങ്ങനത്തെ പാട്ടുകളാണ് പാടുന്നത്. ഇപ്പൊ കുറെ വർഷിപ്പ് ലീഡർമാർ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരുമല്ല, ചിലര് വെളിവൊന്നുമില്ലെന്ന് എനിക്ക്. പണ്ടൊക്കെ സഭായം അങ്ങോട്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയ ഉടനെ ദൈവദാസന്മാരോ അവരുടെ സഹധർമ്മണിമാരോ അല്ലെ ചുമതലപ്പെട്ടവരോ ഒക്കെ പാട്ട് പാടും. പാട്ട് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനം നിന്നെ ആദ്യ പിതാക്കന്മാർ വാഴ്ത്തി വാഴ്ത്തിയിടും ഞാൻ എൻ്റെ രക്ഷകനെ എന്നും സ്തോത്രം ചെയ്യും. എന്നോ എന്തോ നല്ല പാട്ടുകളാണ്. സിറ്റി മത്തായിച്ചൻ്റെ ഒരു പാട്ടുണ്ട്. അത് ഇവർക്കറിയാം, പഴയ ആൾക്കാർക്ക്. സഭായോഗ തുടങ്ങുമ്പോൾ ഞങ്ങളത് പാടും. സിറ്റി മത്തായിച്ചൻ്റെ പാട്ട് നല്ല പാട്ട്. വാഴ്ത്തുമെന്നും പരമേശനെ അവന്റെ സ്തുതി പാർക്കുമെന്നും വാർത്തലത്തിൽ വസിക്കുന്ന ആർത്തി പാരമണഞ്ഞാലും വാർത്തലത്തിൽ വസിക്കുന്ന ആർത്തി പാര ഓ കീർത്തനം ചെയ്യുമെന്നും തൻ ശ്രേഷ്ഠനാമത്തെ മുതാ ഞാൻ കീർത്തനം ചെയ്യുമെന്നും തൻ ശ്രേഷ്ഠനാമത്തെ മുതാ ഓ വാഴ്ത്തുമെന്നും പരമേശനെ അവന്റെ സ്തുതി വാഴ്ത്തുമെന്നും എൻ്റെ നാവിന്മേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. ഇങ്ങനെ നിന്നാ ഞാൻ ഇത് തന്നെ ആയിരിക്കും എന്ന് പറയാൻ ഉണ്ടോ? അതിനുണ്ട് പറയാൻ. നമുക്ക് ആ വിഷയപ്പെടാൻ സമയമായില്ല സഹോദരി. നോക്കുവൊന്നും വേണം, ആയില്ല. ഇച്ചിരി സമയം കൂടി ഇരിക്കാവോ? ആട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി വിശേഷപ്പെട്ടതാ. അതാണ് സുവിശേഷം. അതാണ് നല്ല വാർത്ത. ക്രിസ്തുവേശു മുമ്പോട്ട് പോയേക്കാം. അപ്പോൾ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും സർവ സൃഷ്ടികളും ഇത് കേൾക്കണം. 4-ാമത്തെ തലക്കെട്ട്. ഇത് എങ്ങനെയാണ് പറയേണ്ടത്? സുവിശേഷം 4-ാമത്തെ തലക്കെട്ട. സുവിശേഷം എങ്ങനെ പറയണം? അതിന് വ്യവസ്ഥയുണ്ട്. എങ്ങനെയും ഇട്ടൊപ്പിക്കുന്നതല്ല. വായിച്ചേ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. അറിവുള്ള വാക്യമെങ്കിലും പറഞ്ഞു. എങ്ങനെയാ ഇത് പറയേണ്ടത്? വായിക്കാം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. കുറെ വാക്യം മാത്രം പറഞ്ഞാ പോരാ. ഒരനക്കവുമില്ല. ചിലരെ കണ്ടിട്ടില്ലേ? കുറെ വാക്യം അങ്ങ് പറയും, യാതൊരു അനക്കവുമില്ല. ഇതിങ്ങനെ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. പിന്നെ ചില നേരം വേണ്ട 46-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കരുത്. ഞാൻ വേറെ കാര്യം പറയാ. ദൈവം നമ്മളുടെ സങ്കേതവും
ഒരനുഭവമില്ല. കറക്റ്റ് കാര്യമാണ് പറയുന്നത്. ഈ വിഷയത്തെ 8ആയിട്ട് തിരിക്കും. അതിന് 8 വാക്യം. 8ാമത്തെ വാക്യത്തെ 8ആയിട്ട് കീറും. കീറുന്നതിനെ പിന്നെ 3ആയിട്ടൊന്ന് പകുക്കും. പകുത്തേച്ച് അതിൽ ഒരു പൊളപ്പെടുത്തേച്ച് വീണ്ടും 2ആയിട്ട്. അല്ല, അതിനെല്ലാം വാക്യവും ഉണ്ട്. ഒരനുഭവമില്ല. ഇങ്ങനെ നിൽക്കും, കമ്പിത്തിരി നിൽക്കുന്നത് പോലെ കത്തിക്കാത്ത. വാക്യമൊക്കെ കറക്റ്റാ, നല്ലതുമാ, നല്ല മെസ്സേജുമാ. പക്ഷെ അങ്ങനല്ല ഇത് പറയേണ്ടത്. എങ്ങനെയാ വായിച്ച ഷൈനി? 1:5 ശക്തിയോടും പരിശുദ്ധ ഞങ്ങളുടെ സുവിശേഷം ചേർത്ത് വായിക്കും. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ഞങ്ങളുടെ സുവിശേഷം കുറെ വാക്യം മാത്രം വിളമ്പുകയല്ല, പിന്നെയോ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു. സുവിശേഷം പറയുമ്പോ അങ്ങനെ പറയണം. ഇത് നീ പറയാൻ കേട്ടോ, ഉള്ളവന്റെ ശക്തിയും കൂടെ. അവന് ഇച്ചിരി ശക്തിയോടാ വന്നത്. പോയപ്പോ അവനെ എടുത്തോണ്ടാ പോകുന്നത്. എന്നെ പറ്റി? ഞാൻ 1.5 മണിക്കൂർ ഇരുന്ന് മോഹാലസ്യപ്പെട്ടു. ഇടാ ബലഹീനനോ അശക്തനോ രോഗിയോ മറ്റ് ബുദ്ധിമുട്ടുള്ളവൻ ഇതിനകത്ത് വന്നാൽ തിരിച്ചു പോകുമ്പോൾ അവൻ ശക്തിയോടെ പോകണം. അല്ലാതെ യോഗം കഴിയുമ്പോൾ ആംബുലൻസ് വരികയല്ല ചെയ്യേണ്ടത്. ആംബുലൻസ് വന്നവൻ അത് കഴിയുമ്പോൾ നടന്നു പോകണം. സ്തോത്രം. അതാ സുവിശേഷം. ആട്ടെ, മുമ്പോട്ട് പോകാം. അപ്പൊ എങ്ങനെയാ ഇത് പറയേണ്ടത്? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയം. ശക്തിയോടും. ചിലരുടെ ആ ഇരിപ്പ് നോട്ടവും ഒക്കെ കണ്ടാൽ ഇപ്പൊ നമുക്ക് ഇവരെ അഡ്മിറ്റ് ആകാൻ തോന്നും. ശക്തിയോട് പറ. സ്തോത്രം. ചിലത്ത് പിന്നെ ശക്തിയുള്ളു, വചനമൊന്നുമില്ല. കടന്നിങ്ങനെ ഇല്ലേ, കുട്ടനാടൻ ഭാഷ പറയാ, ഈ പരലും വള്ളത്തെയും പിടിച്ച് പാളക്കത്തടിക്കും. ശക്തിയുള്ള വചനമൊന്നും. ഇത് രണ്ടും വേണം. ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയം. അങ്ങനെ അത് പറയണം. ശക്തി വേണം. ശക്തിയില്ലേ? ഞാൻ പറഞ്ഞിട്ട് ഞാനാണ് 6 ദിവസമായിട്ട് ഉപവാസമാ. വൈകിട്ടും കഴിക്കുന്നില്ല. 6 ദിവസം മുമ്പ് പുള്ളി വയറേ നോക്കുന്ന എനിക്ക് തോന്നുന്നു പുള്ളി വയറേ നോക്കും. എന്നാ വൈകിട്ടിനകത്തൂടെ ഒന്ന് നോക്കും. അല്ല, പുള്ളി കുഴപ്പമില്ല, ഞങ്ങൾ പഴയ ആളാ. പുള്ളി പറയുന്നത് കണ്ടിട്ട് അത് കേട്ടിട്ടും തോന്നുന്നില്ലല്ലോ. പിന്നെ ദൈവത്തിന് മഹത്വം. ഇത് ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും പറയണം. ഈ ദിവസങ്ങളിലൊക്കെ നല്ല യാത്ര. തൃശ്ശൂര്, ഹൈറേഞ്ചില് ഒക്കെ പകലും വൈകിട്ടും എല്ലാം യോഗമാ. സ്തോത്രം. ഉറക്കവളപ്പുമുണ്ട്. സഭയിൽ യോഗം നടക്കുക. എല്ലാ ദിവസവും കൺവെൻഷനും ഉണ്ട്. പക്ഷെ ഒരു കുഴപ്പവും, അത് ദൈവത്തിന്റെ കൃപയും ദൈവമക്കളുടെ പ്രാർത്ഥനയും. 3 നേരം കഴിച്ച ചാണ്ടൊരു സ്തോത്രം പോലും പറയാൻ മേലാന് പമ്മിയുള്ള ഇരിപ്പ്. ഇനി ഇത് കഴിഞ്ഞ് നല്ല പെരുക്കിന് പോവുക. കൂടെ നോക്കുന്ന 9 ആയി വന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇത് ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ സുവിശേഷം അറിയിക്കണം. ദൈവത്തിന് മഹത്വം. ആട്ടെ, അല്ലേ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല, ഇന്ന് പ്രൈവറ്റ് ബസ് പോലെ ചടിയിടാന്ന് സ്റ്റോപ്പിൽ അധികം നിർത്തുകയല്ല. കയറാനുള്ളവർ ചാടി കയറിക്കണം. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? സർവ്വസൃഷ്ടികളും സകല ജാതികളും. എങ്ങനെ ഇത് പറയണം? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. 5ാമത്തെ തലക്കെട്ട്, എങ്ങനെ ഇത് കേൾക്കണം? അതിനുകൊണ്ട് പ്രമാണം. ചുമ്മാ തുമ്പിയെ പിടിക്കാനിരിക്കുമ്പോഴൊന്നും ഇരിക്കരുത്. ചിലർ യോഗത്തിന് വന്ന് സഭ ഓണത്തുമ്പിയെ പിടിക്കാൻ. ചിലർ ആ ഇരിപ്പ് കണ്ടാൽ നമുക്ക് ഇപ്പൊ തന്നെ ഒരു 3 ആംബുലൻസ് വിളിക്കാൻ.
ചതഞ്ഞ ഇരിപ്പ് കണ്ടില്ലേ? അപ്പൊ ഇതെങ്ങനെ കേൾക്കണം? വായിച്ച ശൈനി ഇപ്പം വായിച്ച തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം എങ്ങനെ കേൾക്കണം? ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും അമ്മ മൂപ്പാകട്ടോ, ചാടി വായിച്ചോണം, അല്ലേ അമ്മ വിട്ടുതരികല്ല. വായിര്. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും ആ. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അങ്ങനെ ഇത് കേൾക്കേണ്ടത്. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം സുവിശേഷം കൈക്കൊണ്ടു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടെ കൂടപ്പെട്ടവർ, എന്നെ കേൾക്കുന്ന പലരും രോഗമുള്ളവരുണ്ട്, കടഭാരമുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ശാരീരിക ക്ഷീണമുള്ളവരുണ്ട്, രോഗപീഠകളുള്ളവരുണ്ട്, പറയാൻ പറ്റുന്ന വിഷയവും പറയാൻ പാടില്ലാത്ത രഹസ്യവും പരസ്യമായ പലവിധ വിഷയങ്ങൾ ഉള്ളവരുണ്ട്, ഞരക്കത്തോടിരിക്കുന്നവരുണ്ട്, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, വാടകയ്ക്ക് താമസിക്കുന്നവർ, വാടക കൊടുക്കാൻ നിർവാഹമില്ലാത്തവർ, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഭാരപ്പെടുന്നവരൊക്കെയാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ ഭാരവും പ്രയാസമുള്ളവരാ. പക്ഷേ ദൈവസന്നിധി വന്നു കഴിയുമ്പോൾ അവൻ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം കൈക്കൊള്ളണം. അങ്ങനെ ഇത് കൈക്കൊള്ളണം. ഇത് സ്വർഗത്തിൽ എന്തെങ്കിലും സ്ഥിരമാ വചനം. ഇത് നല്ല സന്തോഷത്തോടെ, അല്ലാതെ കൊപ്ര കച്ചവടത്തിൽ നഷ്ടം വന്ന പോലെ. സ്തോത്രം. സന്തോഷത്തോടെ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ അങ്ങനെ വേണം ഈ സുവിശേഷ വചനം കൈക്കൊള്ളാൻ. 6-ാമത്തെ തലക്കെട്ട്. 6-ാമത്തെ തലക്കെട്ട്. ഈ സുവിശേഷം കേൾക്കുന്നവര് അല്ല, കേട്ടവര് അല്ല, ഇത് ഉൾക്കൊണ്ടവര് 2, 3, 5, 8, 10 വർഷമായിട്ട് കേൾക്കുകയല്ലയോ, ഏറ്റെടുത്തവരല്ലേ. ചെല്ലു പറയത്തില്ല ഞാൻ 8 വർഷമായി, ചെല്ലു പറഞ്ഞു 15 കഴിഞ്ഞു, ചെല്ലു പറയാ 1/2 നൂറ്റാണ്ട് കഴിഞ്ഞു ഞാൻ ഈ പോർക്കളത്തിൽ. ആയിക്കോട്ടെ. ചില ആൾക്കാർ പറഞ്ഞത് ഞാൻ 4-ാം തലമുറയാ, എന്നോട് കയറി. നല്ല കാര്യം. അങ്ങനെ 4-ാം തലമുറയും 5-ാം തലമുറയും അല്ലെ 3-ാം തലമുറയും 2-ാം തലമുറയും അല്ലെങ്കിൽ 10, 20, 30 ഒക്കെ വർഷമായവരാണല്ലോ ഇരിക്കുന്നത് മിക്കവരും. അങ്ങനെ ഈ സുവിശേഷം കേട്ടവര് എങ്ങനെ ആയിരിക്കണം? എല്ലാ വർഷവും കേൾക്കുകയല്ലോ. എല്ലാ വർഷവും ഇവിടെ വന്ന് കേൾക്കുന്നു, സെന്ററിൽ പോയി കേൾക്കുന്നു, മേഖലയിൽ പോയി കേൾക്കുന്നു. അത് പോരാഞ്ഞിട്ട് കുമ്പനാട്ടുകൊണ്ടും പോയി. കൊല്ലം പോയോ എന്നറിയത്തില്ല. നല്ല കാര്യം. അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുന്ന ഞാനും നിങ്ങളും എങ്ങനെ ആയിരിക്കണം സുവിശേഷം കേൾക്കുന്നവര്? ദൈവത്തിന് 2 വാക്യം വായിച്ചു, 2 വാക്യം എല്ലാം എടുക്കാൻ നേരമില്ല. 2 സമയം എന്തുവായി രാജ? 9:15. ഞാനൊരു 9:45 നിർത്തും. എന്നാ നമ്മൾ പറഞ്ഞ ധാരണ. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ഈ സുവിശേഷം കേൾക്കുന്നവരും കേട്ടവരും ഇത് ഏറ്റെടുത്തവര് കുറെ വർഷമായില്ലയോ? എങ്ങനെ ആയിരിക്കണം? ഒത്തിരി കാര്യം പറയാനുണ്ട്. ഇപ്പൊ 2 കാര്യം മതി, എല്ലാം കുറയ്ക്കുക. 2 കാര്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിച്ചേ. മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്ര അധികം. എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിപ്പാൻ. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിപ്പാൻ സകലവും പൊറുക്കുന്നു. നിർത്ത്. സുവിശേഷം ഏറ്റെടുത്തവർ, കേട്ടവർ, അംഗീകരിച്ചവർ, 2, 5, 8, 10, 20, 50 കൊല്ലമായവർ, അത് ദൈവദാസന്മാരാന്നേലും വിശ്വാസകോശ സമൂഹമാന്നേലും ഏത് വ്യക്തിയാന്നേലും സുവിശേഷത്തിന് വിഘ്നം വരുത്താതിരിക്കേണ്ടതിന് എല്ലാം പൊറുക്കണം. ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ ക്ഷമിക്കാനൊക്കെ ഒരു മനസ്സ് വേണം. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ആരെല്ലാം തെറി പറയും. തിരിച്ചൊന്നും പറയരുത്, തിരിച്ച് സ്തോത്രം പറയരുത്. എന്നാ
നാളെ പറഞ്ഞാൽ എന്നെ പറഞ്ഞാൽ ഞാൻ തിരിച്ച് ഞങ്ങളുടെ സഭയിലൊരു തള്ള വരുന്നുണ്ട്. തള്ള എന്നോട് ഞാൻ ഭാഷ എൻ്റെ നല്ല ഫസ്റ്റ് ക്ലാസ് തെറിയുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു തള്ളയെ പറയരുത്. ഇല്ല ഞാൻ പറയത്തില്ല, എൻ്റെ കയ്യിലുണ്ട്. എന്റെ പ്രിയരെ, സുവിശേഷത്തിന് വിഘ്നം വരാതിരിക്കേണ്ടതിന് എല്ലാം പൊറുക്കാൻ ഒരു മനസ്സുണ്ടായിരിക്കണം. നമ്മളെ ആക്ഷേപിക്കുന്നവർ കാണും, ഒന്നും മറുപടി പറയരുത്. നമ്മളെ നിന്ദിക്കുന്നവർ കാണും, മറുപടി ഒന്നും പറയരുത്. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മളെ ഉപദ്രവിക്കാൻ വരും, ചിലപ്പോൾ ഉപദ്രവിച്ചെന്ന് വരിക്കും. തിരിച്ച് പ്രതികരിക്കരുത്. സുവിശേഷത്തിന്റെ വിശേഷത ഈ കന്നത്തടിച്ചാൽ ഇപ്പുറം കാണിച്ചു കൊടുക്കണമെന്ന്. അതില്ലേ നമ്മുടെ എത്ര സഭാകോളുകൾ തല്ലി തകർക്കുന്ന, ഒന്നും പ്രതികരിക്കുന്നില്ല. ഉപദേശിമാരെ എത്ര എണ്ണത്തിനായിട്ട് മുട്ടിനിട്ട് ഇടിക്കുന്നു. തിരിച്ചു വേണേ ഒരു ഇടി കൊടുക്കാൻ ആക്കമുള്ളവർ നമ്മുടെ ഇടയിൽ ഉണ്ട്, പക്ഷെ ചെയ്യത്തില്ല. ഒരടിക്ക് ആക്കമുള്ളവരൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ട്. പണ്ടൊരാളെ തല്ലിയപ്പം പുള്ളി തിരിച്ചു തല്ലില്ല, പുള്ളി ഒന്ന് തടഞ്ഞു. പുള്ളി പിന്നെ അഡ്മിറ്റ് ആകേണ്ടി വന്നു. തല്ലിയില്ല പുള്ളിയെ തല്ലാൻ വന്ന പുള്ളി ഒന്ന് തടഞ്ഞതാ. അല്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, പക്ഷെ തിരിച്ചൊന്നും ചെയ്യത്തില്ല. അതെന്താ? നമ്മുടെ മാർഗം തിരിച്ചു പ്രവർത്തിക്കുന്ന മാർഗമല്ല. സുവിശേഷത്തിന് വിഘ്നം വരുത്താതിരിക്കേണ്ടതിന് എല്ലാം പൊറുക്കണം. അമ്മായിമ്മ വല്ലതും ചെയ്തിട്ടുണ്ട്, നീ സുവിശേഷം കേട്ടവളാന്ന് നീ പൊറുക്കണം. അല്ല, തള്ളയായിട്ട് ഉടനെ തന്നെ കൊടുവാൾ കൊടുത്തോണ്ട് നിങ്ങളെ ഞാൻ കണ്ടിക്കുമെന്നും പറഞ്ഞ് നിൽക്കരുത്. മരുമകള് അഥവാ ബാലിഷ്യമായിട്ടോ പക്വതക്കുറവ് കൊണ്ട് എന്തെങ്കിലും അപാകത വന്നാൽ അമ്മായിയമ്മ ക്ഷമിക്കണം. മനസ്സിലായോ? പുസ്തകം എടുത്തോണ്ട് ഓടുകല്ലേ, വലിയ വെടികൊണ്ട പന്നി പോകും പോലെ ഞായറാഴ്ച. ക്ഷമിക്കണം. ചിലപ്പോൾ തൊട്ടപ്പുറത്തുള്ളവർ ചിലപ്പോൾ അതിര് തർക്കം വരും. ഞങ്ങളുടെ നാണം പറഞ്ഞ് തർക്കിക്കും, മാനിക്കും. നമ്മളങ്ങ് ക്ഷമിച്ചേക്കണം. ഒരു ചുവട് കൂടുതലെടുത്താൽ കൊടുത്തേക്കണം. ഒരു ചുവടേ നമുക്ക് അധികം ഇല്ലായിരിക്കും, വേണ്ട. അവരങ്ങ് ഞങ്ങളുടെ നാണം പറഞ്ഞ് തർക്കിക്കും, മാനിക്കും. നമ്മളങ്ങ് ക്ഷമിച്ചേക്കണം. ഒരു ചുവട് കൂടുതലെടുത്താൽ കൊടുത്തേക്കണം. ഒരു ചുവടേ നമുക്ക് അധികം ഇല്ലായിരിക്കും, വേണ്ട. അവരങ്ങ് വഴക്കുണ്ടാക്കുക, നമ്മളങ്ങ് ക്ഷമിച്ചേക്കണം. ഒരു ചുവട് സ്ഥലവും കൂടെ എടുത്തോണം. വീടില്ല നമുക്ക് മരുവിൽ സ്വർലോകത്തിൻ തങ്കത്തെരുവിൽ നാം കാണും വീടൊന്നു പിറവിൽ. സ്വർലോകത്തിൻ തങ്കത്തെരുവിൽ നാം കാണും വീടൊന്നു വിരവിൽ. അൻപാർന്നോരൻ പരനുലകിൽ തുമ്പങ്ങൾ തീർക്കുവാൻ വരുമേ. അൻപാർന്നോരൻ വരുമേ. എൻപാടുകൾ അകന്നിടുമേ. ഞാൻ പാടി കീർത്തനം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. അപ്പൊ ശ്രദ്ധിക്കുക, ആറാമത്തെ തലക്കെട്ടാ ചിന്തിച്ചു വരുന്നത്. ആറല്ലേ? സുവിശേഷം അംഗീകരിച്ചവർ, ഏറ്റെടുത്തവർ, കേട്ടവർ എങ്ങനെ ആയിരിക്കണം? ഒന്ന്, സകലതും പൊറുക്കണം. സുവിശേഷം നിമിത്തം. മാതൃക യേശു. അടിച്ചു, അവിടുത്തെ ഉപദ്രവിച്ചു, കണ്ണു മൂടിക്കെട്ടി കന്നത്തടിച്ചു, മുഖത്ത് കാർക്കിച്ചു തുപ്പി കരുതി കൂട്ടിയ മുൾക്കിരീടം അവിടുത്തെ തലയിൽ കൊണ്ട് അടിച്ചിറക്കി,
ചാട്ടമാറ് കൊണ്ട് ചുഴറ്റി അടിച്ച് മാംസം പറഞ്ഞിറന്ന് മുതക ഉടവജാല പോലെ നീളത്തെ കയറി. എന്തെല്ലാം അവിടുന്ന് സഹിച്ചു. ഒടുവിൽ ക്രൂശിൽ കിടന്നപ്പോൾ അവിടുന്ന് തിരുവായി മൊഴിഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെയും പറഞ്ഞു, പിതാവേ, ഇവരോട് ക്ഷമിക്കണം. സുവിശേഷം കേട്ടവര്, അംഗീകരിച്ചവര് ഇത് ചെയ്തേ ഒക്കൂ. ചിലപ്പോൾ തെറ്റ് അവരുടെ ഭാഗത്തായിരിക്കും, നമ്മളങ്ങ് ക്ഷമിക്കണം. മനസ്സിലായോ? ചേട്ടനോ അനിയനോ ചേട്ടത്തിയോ അനിയത്തിയോ സഹോദരങ്ങളോ അയലത്തുകാരോ ബന്ധുമിത്രാദികളോ സമീപവാസികളോ ദേശവാസികളോ ആരൊക്കെങ്കിലും നമ്മളെ ഉപദ്രവിക്കുകയോ ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ ഒക്കെ ചെയ്താൽ ഒന്നിനും മറുപടി പറയരുത്, ക്ഷമിക്കണം. ഇപ്പൊ നിങ്ങൾ എന്തിക്കാ ഇത് പറയാനാണോ താനിവിടം വരെ? ഇതാ പറയുന്നു, എല്ലാവരോടും ഇതാ പറയുന്നു. അപ്പൊ സുവിശേഷത്തിന് വിഘ്നം വരാതിരിക്കേണ്ടതിന് വായിച്ചേ 12-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിക്കാൻ സുവിശേഷത്തിന് ഒരു കോട്ടവും വരരുത്. അത് വരാതിരിക്കേണ്ടതിന് സകലവും പൊറുക്കുന്നു. സകലവും പൊറുക്കുന്നു. എല്ലാം പൊറുക്കുക. സെന്ററിലുള്ളവർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കൊടുക്കും, അങ്ങ് പൊറുക്കണം. അല്ലാതെ അവൻ വന്ന ഉടനെ തിരിഞ്ഞിരിക്കുക, അവന് കൈ കൊടുക്കാതിരിക്കുക. ഉണ്ടെന്ന് ഒത്തിരി വിദ്വാന്മാരുണ്ട്. എല്ലാം ഓർഡിനേഷൻ കിട്ടിയത് പോലെ. എനിക്ക് തോന്നുന്നു ഇതിനാന്ന് ഓർഡിനേഷൻ. സ്തോത്രം. ക്ഷമിക്കണേ, ക്ഷമിക്കണം. അന്യോന്യം സ്നേഹിക്കണം. ദൈവസ്നേഹമാണ്. അറിയാവില്ല, എല്ലാവരും പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുക. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നീ അങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു. തൊട്ടടുത്തിരിക്കുന്നതിനോട് മിണ്ടുകയില്ല, കയ്യും കൊടുക്കുക. എന്നിട്ട് പറയും, ദൈവമേ അകപ്പേ അല്ല ആകപ്പേ. സ്നേഹമാണ്. നവ്യമാമൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നിത നൽകുന്നു, തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ നിങ്ങളെ ഞാൻ എന്ന പോ. തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ നിങ്ങളെ ഞാൻ എന്ന പോ. നിങ്ങളെ ഞാൻ എന്ന പോ. നവ്യമാമൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നിത നൽകുന്നു, തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ നിങ്ങളെ ഞാൻ എന്ന പോ. തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ നിങ്ങളെ ഞാൻ എന്ന പോ. നിങ്ങളെ ഞാൻ എന്ന പോ.
ചെയ്യുക. സുവിശേഷം കേട്ടവർ അംഗീകരിച്ചവർ എങ്ങനെ ആയിരിക്കണം? ഒന്ന്, എല്ലാം പൊറുക്കണം, ക്ഷമിക്കണം. വാശി വൈരാഗ്യം ഒന്നും വെച്ചോണ്ട് ജീവിക്കരുത് കേട്ടോ. ചില പറയത്തില്ല, ചത്താലും ഞാൻ ചാകാനും ഇച്ചിരി ബുദ്ധിമുട്ട് വരും, ഇങ്ങനെ കിടക്കും, മൂങ്ങിക്കിടക്കും. അത്ര എണ്ണം ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. അല്ല, വരാതിരിക്കണമെങ്കിൽ അകത്ത് നിന്ന് ഇതെല്ലാം കളയണമെന്ന്. ദൈവത്തിന് മഹത്വം. സുവിശേഷം കേട്ടവർ എങ്ങനെ ആയിരിക്കണം? 2, ആ ലേഖനം തന്നെ ഏതാ? 9-ാം അധ്യായത്തിന്റെ 22 മുതൽ വായിച്ച ഷൈനി. ബലഹീനന്മാരെ നേടേണ്ടതിന് പിന്നെ ഞാൻ ബലഹീനർക്ക് ബലഹീനനായി, ഏത് വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. അടുത്തത്, സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. എല്ലാം ചെയ്യുക, എല്ലാം ചെയ്യുക. അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. കസേര മടക്കി വെക്കാനൊന്നും പറയണ്ട, യോഗം കഴിയുമ്പോൾ എടുത്തങ്ങ് വെക്കുക. എന്തിനാ? സുവിശേഷ നിമിത്തമാണ്. അല്ലാതെ ഭാഷ ഇവിടെ കിടന്ന് ഈ സഭയിലെ വിശ്വാസികളെല്ലാം ഇങ്ങോട്ട് വരണം, കണ്ടേച്ചേ പോകാവുള്ള, ആരും ഇടയ്ക്ക് ഇറങ്ങിയിട്ട് പോകരുത് ഒന്നും പറയണ്ട. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, അത് ശരിയോ തെറ്റോ, ഞാനത് അങ്ങനെ തന്നെ പറയുന്നത്. ഈ നന്ദി വാചകം ഒന്നും പറയാതിരിക്കുന്ന നല്ലത്. നന്ദി വാചകം കർത്താവിൻ്റെ ദാസന് സമയമില്ലായിരുന്നു, പിന്നെ പുള്ളി സമയം ഉണ്ടാക്കിയ, നമ്മളെ ഏൽപ്പിച്ച കാര്യമല്ലേ ഇത്, പിന്നെന്തിനാ നന്ദി? നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. പുള്ളിക്ക് സമയമില്ലായിരുന്നു, പിന്നെ പുള്ളി സമയം കണ്ടെത്തി ഒപ്പിച്ചൊരു തരത്തിൽ എന്തിനങ്ങനെ ഞെങ്ങി ഞെരുങ്ങി വരുന്നു? സമയമുള്ളവൻ വേറെ ഉണ്ടല്ലോ, ഇല്ലേ? നമ്മളെല്ലാവരും ദൈവത്തിന് നന്ദി പറയണം. ചില പറയാനുണ്ട്, ഞാൻ കൺവെൻഷനൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ സഭയിലെ ദൈവനാശിനി ഓർത്ത് പുള്ളി അതിനല്ലേ ഇങ്ങോട്ട് വിട്ടത്, പിന്നെ എന്നെ വേണ്ട കാട്ടാക്കുസ്തി നടത്താനാണോ? മനസ്സിലാകുന്നില്ല. എന്നെയും നിങ്ങളെ ഇതല്ലേ ഏൽപ്പിച്ചേ? ഉടനെ നിന്ന് അങ്ങ് പറയുക പുള്ളിക്ക് നന്ദി. നമ്മളെ ഏൽപ്പിച്ച കാര്യം നമ്മൾ നന്നായിട്ട് ചെയ്യുന്നില്ല. കുഷ്ഠരോഗി പറഞ്ഞതുപോലെ സദ്വർത്തമാനമാ, നമ്മൾ മിണ്ടാതിരിക്കുക, കുറ്റക്കാരാ. എല്ലാവർക്കും സ്റ്റാൻലിക്ക് നന്ദി. സ്റ്റാൻലി ദൈവത്തിനാണ് നന്ദി പറയേണ്ടത്. ദൈവമേ, ഇതെല്ലാം വെച്ചുകൊണ്ട് വരയ്ക്കാതിരിക്കുകയായിരുന്നു, അവർ വിളിച്ചത് കൊണ്ടൊരു അവസരം. അനീഷ് കാമാനത്തിന് നന്ദി വേണ്ട, എൻ്റെ ഈ പോയിന്റ് അല്ല ആയിരിക്കുക, വിളിച്ചില്ലേ പോയിന്റ് ഇവിടെ ഇറക്കാൻ. അപ്പൊ നമ്മളെല്ലാം ദൈവത്തിന് നന്ദി പറയണം. മൈക്ക് സെറ്റുകാരന് നന്ദി. എന്തിനാ? അവന് കാശ് കൊടുത്തില്ലയോ? അവൻ ദൈവത്തിന് നമുക്ക് നന്ദി പറയണം. ദൈവമേ, ഇതെല്ലാം തുരുമ്പടിച്ചു പോകാതിരിക്കത്തക്ക വിധത്തിൽ. പന്തലുകാരന് നന്ദി. പന്തലുകാരന് ഇങ്ങോട്ട് ദൈവത്തിന് നന്ദി പറ. യമേ കാലും കോലും എല്ലാം ചുമ്മാ അവിടെ വെച്ചേക്കായിരുന്നു, ഏതായാലും അവസരം കിട്ടിയതുകൊണ്ട് ഇതെല്ലാം ഒന്ന് സമയം കളയുകയാണ്. എന്നിട്ട് അവസാനം ആരുടെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എടാ, നമ്മളെല്ലാവരും കൂടെ ദൈവത്തിന് നന്ദി പറയണം. ദൈവം നമുക്ക് ആയുസ് തന്നു, ആരോഗ്യം തന്നു, അവസരം തന്നു, ഒന്നിച്ചു കൂടുവാനിടയായി. ഈ ദേശത്തുള്ളവർ സഹകരിക്കുന്നു, സമീപവാസികൾ സഹകരിക്കുന്നു. ആമേൻ. എല്ലാവരും ഒന്നിച്ചു ചേരുന്നു. ദൈവദാസന്മാരെല്ലാം വന്നു. എല്ലാവരോടും അങ്ങ് ദൈവത്തിന് നന്ദി പറയണം. കാത്തുകൃപയിൻ കാലം മുഴുവൻ നീ കൈവിടാതെന്റെ കൺമണി പോലെ, കാത്തുകൃപയിൻ കാലം മുഴുവൻ നീ കൈവിടാതെന്റെ പോലെ, കലങ്ങിയുള്ളം നീറുന്നേരം, കലങ്ങിയുള്ളം നീറുന്നേരം, ഓ അരികിൽ വന്നേകി ആശ്വാസം, അരികിൽ വന്നേ
നിറയുന്നേ ഉള്ളാമിന്നേരം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. അവൾ സുവിശേഷ നിമിത്തം എല്ലാം നമ്മൾ അങ്ങ് ചെയ്യുക. അതോ ഇത് ചെയ്യണം. പക്ഷെ നമ്മള് ചെയ്യേണ്ട രൂപത്തിലൊന്ന് എല്ലാം നമ്മളെല്ലാം സൂത്രപ്പണിയാ, എല്ലാം തട്ടിക്കൂട്ടി എല്ലാവരും യോഗം നടത്തി, നമ്മളും നടത്തി, എല്ലാവരും ഉപവാസ പ്രാർത്ഥന വെച്ച് നമ്മൾ വന്ന് എല്ലായിടത്തും കോട്ടയം മീറ്റിംഗ്. നമുക്കും ഇല്ലെങ്കിൽ ചോദിക്കുകയല്ലേ, മറുപടി പറയണ്ടേ? കോട്ടയം മീറ്റിംഗ് 11 മണിക്ക് വന്ന് 12:30 എല്ലാത്തിനെയും പിരിച്ചു വിട്ട് വണ്ണും കാപ്പിയും കുടിച്ചല്ലേ എല്ലാം നടത്തുക. സഭായോഗം 10 തുടങ്ങി 12:30 എല്ലാം ഓടിച്ചല്ലേ. പോലീസും കള്ളനും കളിക്കും പോലെ സഭായോഗം. പോലീസ് വരുമ്പോൾ ഓട്ടുകല്ലേ. എല്ലാം ഇപ്പൊ അങ്ങ് ചടങ്ങ. ഒരു കാര്യം പറയാം, ഞാനും നിങ്ങളും ചെയ്യേണ്ടത് പോലെ അങ്ങോട്ട് ചെയ്യുന്നില്ല. നമ്മളെല്ലാം കുറ്റക്കാരാ. അപ്പൊ സുവിശേഷ നിമിത്തം ഇതെല്ലാം സഹിക്കണം. വേണ്ട 1 2 എല്ലാം വായിക്കോച്ച് എന്നെ നോക്കിയിരിക്കാം. 22 ബലഹീനരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി, പിന്നെ ഏത് വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സുവിശേഷത്തിന് പങ്കാളികളാണ്. ആരും ഒഴിവല്ല. ഈ ഭഗവാന്യ ദൈവദാസന്മാർ ഇന്ന് പങ്കാളികളാണ്. ഇവരിവിടെ നിന്ന് സ്വോത്രം ചെയ്യേ ഈ വചനം പറയുമ്പോൾ അവർക്ക് അറിവുള്ള കാര്യമായി പറയാൻ, എന്നാൽ അവർ യോജിച്ച് നിൽക്കുക, പങ്കാളികളാ. വീഡിയോ എടുക്കുന്ന പുള്ളി മിണ്ടുന്നൊന്നുമില്ലേലും പുള്ളി ഇതിന് പങ്കാളിയാ. ഈ ചെറുക്കനും അവനും പങ്കാളി. അവന് ഇതിനിടെ വേറെ വല്ലതും കയറ്റി വിട്ടാലോ? എല്ലാരും പങ്കാളികളാ. സ്തോത്രം. ഇവരും എല്ലാം പങ്കാളികളാണ്. ഈ ദേശവാസികളും ഇതിന് പങ്കാളികളാണ്. സമീപവാസികളും പങ്കാളികളാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഇതിന് പങ്കാളികളാണ്. അപ്പൊ സുവിശേഷത്തിന്റെ ഒരു പങ്കാളിത്തം വഹിപ്പാൻ ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. എല്ലാം ചെയ്യണം. മനസ്സിലായോ? അങ്ങനെ ചെയ്യുന്നതിൽ അങ്ങനെ വലിയ പ്രശംസയൊന്നും എടുക്കണ്ട. താഴോട്ട് പഠിച്ചു വരുമ്പോൾ അങ്ങനല്ലയോ 26-ാം വാക്യം വന്നു. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം പ്രശംസിക്കുന്നില്ലെന്ന് 16-ാം വാക്യം വന്നു. എത്രാം വാക്യം? പ്രശംസിപ്പാനൊന്നും വകയില്ലെന്ന്. അപ്പൊ ശ്രദ്ധിക്കുക. 16 അമ്മയ്ക്കൊരു മൈക്ക് കൊടുത്തേ മോളെ. അമ്മ കുറെ നേരമായിട്ട് വാക്യം ചടികടാന്ന് വായിക്കമ്മേ. അങ്ങോട്ട് പിടിച്ചു കൊടുക്കുക. എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. മതി. അമ്മ ഒരു വാക്യം കൂടെ മുകളിലോട്ട് കയറ്റി വായിക്കമ്മേ. വായിച്ചോ. എന്റെ പ്രശംസ വൃഥാവാകുന്നതിനേക്കാൾ മരിക്ക തന്നെ എനിക്ക് നല്ലത്. അടുത്തത്, ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. അയ്യോ, പ്രശംസിപ്പാനൊന്നുമില്ല. ഇനിയും കസേരയായിരുന്നു അമ്മേ. ആടെ ഉള്ളു. പേരെന്നാ? ലീല. ലീല ആശാന്റെ ഒരു പുസ്തകമാ ലീല. പിന്നെ ചണ്ടാല വിഷുകി ലീല. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം അറിയിക്കുന്നതിൽ വലിയ പ്രശംസയൊന്നും എടുക്കണ്ട. ഞാൻ ദീർഘവർഷമായി ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ 50-ൽ പരം വർഷമായി ഇന്ത്യൻ പെന്തിക്കോസ്. ചുമ്മാ അങ്ങ് കീറുവാ. കാവാലത്ത് നിന്ന് ഞാൻ ഇറങ്ങി, ഞാൻ അപ്പിടി ഇപ്പിടി. എന്നാ പ്രശംസിക്കാൻ? ചെല്ലെന്ന് പറഞ്ഞു ഞാൻ 1000 പേരെ മുക്കി, 500 പേരെ താത്തു. ഇപ്പൊ ഞാൻ 10,000 പേരെ ഞാൻ മുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ പ്രശംസിക്കാൻ? ഇത്ര കല്യാണം നടത്തി, അതിൽ എത്ര എണ്ണം നിലനിൽക്കുന്നുണ്ട്?
ഇപ്പൊ എല്ലാവർക്കും പാരിതോഷികവും കൊടുക്കുക, മൊമെന്റോ. ഇരിക്കട്ടോ ഒരെണ്ണം 25 കൊല്ലത്തിന്റെ 50 കൊല്ലത്തിന്റെ. നിങ്ങൾക്ക് ആർക്കും ഒന്നും പിടികിട്ടുന്നില്ല. എന്നാ പ്രശംസിക്കാനാ? കിട്ടാത്തതിന്റെ ആയിരിക്കും. അയ്യോ, ഇത് നമ്മൾ പ്രശംസിക്കുവൊന്നും വേണ്ട, ഒന്നും പ്രശംസിപ്പാനില്ലെന്നേ. ഇത് കൃപയാ, ഇത് കൃപയാ. നമ്മളെക്കാൾ ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരും കഴിവുള്ളവരും മിടുക്കന്മാരും പ്രഗത്ഭന്മാരും ഇരിക്ക ചെയ്ത പോഷരാകുന്ന നമ്മളെ ദൈവം തെരഞ്ഞെടുത്തത്. പിന്നെ ഞാൻ പ്രശംസിപ്പാന് വല്ലതുകൊണ്ടേ കാൽവരി ക്രൂശില. കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത, ശത്രുവായ എന്നെ ദൈവം മിത്രമാക്കി. കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത, ശത്രുവാം എന്നെ ദൈവം രക്തവും ചിന്തി യേശു എന്നെ രക്ഷിപ്പാനായി. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ, രക്തവും ചിന്തി യേശു എന്നെ രക്ഷിപ്പാനായി. സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ, രോഗത്തിൽ എൻ സൗഖ്യമായി, ഘോര വിപത്തു കേളിലെന്നതാ, ശാശ്വത പൂജങ്ങളാൽ മാർവോടണച്ചിടും. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ, ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ, മുൻപടയായി പിൻപടയായി അഗ്നിമേഘ തൂണുകൾ, സൈന്യങ്ങളിൽ അധിപൻ കൂടെയുള്ളതാ. യുദ്ധം യഹോവയ്ക്കുള്ള എന്തോർത്തു കൊള്ളുക, തൻ സ്നേഹക്കൊടി കീഴിൽ ആശ്വാസം പ്രാപിപ്പാൻ. ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, ഘോര വിപത്തുകളിലെ ശാശ്വത ഭുജങ്ങളാൽ മാർവോടണച്ചിടും. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ, ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം. അപ്പം ഈ സുവിശേഷം കേട്ടവർ 1 എല്ലാം പൊറുക്കണം, 2 എല്ലാം ചെയ്യണം, 3 വീരഗാഥയൊന്നും പാടരുത്. മനസ്സിലായില്ലേ? ഞാൻ ഇന്ന കുടുംബത്തിൽ നിന്ന്, നിന്നേക്കാൾ വലിയ പുള്ളി ഇവിടെ കിടക്കുക, പോട്ടാ നിന്നെ തിരഞ്ഞെടുത്തത്. ചിലപ്പോൾ ഞാൻ ഏത് കുടുംബത്തിൽ നിന്നാണ്? ഏതായാലും മോത്തിലാൽ നെഹ്റുവിന്റെ കുടുംബത്തിൽ നിന്നല്ലല്ലോ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കുടുംബമല്ലേ നെഹ്റുവിന്റെ കുടുംബം. അപ്പൻ മോത്തിലാൽ നെഹ്റു. ട്രെയിനിൽ പോയാൽ എത്ര നേരെ ഓടിയാൽ അവരുടെ വസ്തു കവർ ചെയ്യുന്നത്. വസ്തുവേ അതുപോലെ കിടക്കുകയാണ്. നെഹ്റു പഠിച്ചത് ലണ്ടനില്ല. കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സൂട്ട് നെഹ്റുവിന്റെ സൂട്ട് പാരീസിൽ നിന്നാണ് കൊണ്ടുവരും. നമ്മുടെ തയ്യക്കാൻ ഇതുവരെ തന്നുമില്ല. വിളിക്കുമ്പോഴെല്ലാം അവൻ സ്വിച്ച് ഓഫ്. കേട്ടിട്ടുണ്ട് അദ്ദേഹം പഠിച്ച കോളേജിൽ അവിടെ ലണ്ടനിലെ ആ സ്ഥലത്ത് ഞാൻ പോയെന്ന് കണ്ടതാ. അവിടെ പോയ ചരിത്രമൊന്നും പറയല്ല. നമുക്ക് പോകാൻ ഒത്തില്ല, കോളേജിലൊന്നും പോകാൻ ഒത്തില്ല. വിവരമുള്ളവൻ പഠിച്ച കോളേജെങ്കിലും ഒന്ന് കാണട്ടെന്ന് ഓർത്ത് ഒന്ന് പോയി.
അപ്പം അറിയാമല്ലോ. അപ്പോൾ ഒരിക്കൽ എന്നെ താമസിച്ച് ചെന്നു. അപ്പം സാറ് വഴക്ക് പറഞ്ഞെന്ന്. അപ്പോൾ എന്നെ അത് ഒരു ലിഫ്റ്റേ ഉള്ളായിരുന്നു. ലിഫ്റ്റേൽ ആള് കൂടുതലായതുകൊണ്ട് സമയത്ത് ചെല്ലാം. അപ്പോൾ പുള്ളി മോത്തിലാൽ പറഞ്ഞു ആ കോളേജിന് 4 വശത്ത് ലിഫ്റ്റ് വെച്ചേക്കാൻ. അല്ല, അങ്ങനെ ഉന്നതമായ കുടുംബമാ കേട്ടോ. അല്ല, അവര് കിടക്ക ചെയ്ത 5 സെന്റ് പോലും ഇല്ലാത്ത നിന്നെ അന്ന് വെച്ചാൽ നിന്ന് ഇവിടെ നിന്ന് കീർവാണ പടിയോ ഞാൻ ആരാണെന്ന്. ചുമ്മാ ഈ വെട്ടല വർത്താനം പറയുക. എന്തോ പ്രശംസിക്കാൻ. ചെളിപ്പടത്തില്ലയോ ഞാൻ പഠിച്ചു ഇന്നത്. മുമ്പേ പറഞ്ഞ പോലെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വിദ്യാനിപുണനായിരുന്നു സർവേപ്പള്ളി രാധാകൃഷ്ണൻ. എസ് രാധാകൃഷ്ണൻ. 28 ഡോക്ടറേറ്റ്. 28ന്റെ കാര്യമല്ല പറഞ്ഞു. 28 ഡോക്ടറേറ്റ് പഠിച്ചു മേടിച്ചതാണ്. അല്ല, നമ്മുടെ ആൾക്കാർ $50 കൊടുത്ത് കിട്ടി കടുത്ത തൂക്കിക്കൊണ്ട് ഡോക്ടറാന്ന് പറഞ്ഞു. ഒത്താക്രമം അറിയാം, അതറിയാൻ മേല. കല്യാണം നടത്താൻ അറിയാമോ, അതും അറിയാൻ മേല. ഒന്നും അറിയാൻ മേല. എല്ലാം ഡോയാ. ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാൻ മേല. സർവേപ്പള്ളി അങ്ങനല്ല. 28 ഡോക്ടർ. അയ്യോ, എന്തോ ഉന്നതനായ മനുഷ്യൻ. അല്ല, അങ്ങനെയുള്ള ഉന്നതന്മാര് ജീവിച്ച ഇന്ത്യയിലാ 10ാം ക്ലാസ് പോലും ജയിക്കാത്ത എന്നെ നിന്നെ തിരഞ്ഞെടുത്ത്. പിന്നെ എന്നെ പ്രശംസിക്കാനാ? എന്തോ പ്രശംസിക്കാനാ? എൻ്റെ നാട് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ കാവാലത്താ. ചരിത്രം പഠിക്കുന്നവർക്കും പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഈ അതുപോലൊരു മനുഷ്യനില്ല. ഏരാ കായൽ രാജാവ് മുരിക്കൻ. 3 കായൽ സ്വന്തമാ. 3 കൃഷി ചെയ്യുന്നത്. ചിത്തിര മാർത്താണ്ഡ റാണി. ചിത്തിര മാർത്താണ്ഡ റാണി എന്ന് പറഞ്ഞപ്പോ ഒരു സന്തോഷം. ഇതുവരെ മിണ്ടാതിരുന്നവനല്ല. ഞാൻ കണ്ടു. അപ്പൊ 3 കായല് സ്വന്തമാണ്. ആ വീടും പരിസരവും വലിയ വലിയ വലിയ. നിങ്ങൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കാനാ പാറായി തരകൻ, ഓർമീസ്. അല്ല, അവര് ബന്ധുക്കാരാ. പാറായി തരകനും മുരിക്കമുട്ടില് വരും. അന്നേരം ഒരു പറ കണ്ടം പോലും ഇല്ലാത്ത എന്നെ ദൈവം തെരഞ്ഞെടുത്തു. ഞാൻ എന്നാ പ്രശംസിക്കാന്? പൗലോസ് പറഞ്ഞതുപോലെ ഞെളിയാതെ ഭയപ്പെട്. പ്രൈസ് ദി ലോർഡ്. യേശുദാസും അരിയക്കുടിയും ശമ്മാൻകുടിയും കമ്പക്കുടിയും ഒക്കെ ഇരിക്കുമ്പോഴാ സ്റ്റാലിയെ തെരഞ്ഞെടുത്ത്. ചെമ്പൈ ശമ്മാൻകുടി യാഗമൊക്കെ വിസ്തരിക്കുന്ന കേട്ട് അന്തം വിട്ടു പോവുക. നമുക്ക് പിന്നെ ഇത് അറിയാത്തത് കൊണ്ട് നമുക്കെല്ലാം കൂടെ ഒറ്റ യാഗമുള്ളൂ. നാളെ ഒരാൾ പറഞ്ഞു യമവാഹന സോദരി രാഗം. യമവാഹന സോദരി. യമൻ കാലന്റെ വാഹനം പോത്തിന്റെ സഹോദരി എരുമയുടെ രാഗം. അതാ യമവാഹന സോദരി. ഇതാണ് നമ്മുടെ രാഗം. പുതിയ രാഗമാണ്. പിന്നെ ശ്രീരാഗമൊക്കെ എവിടെ ഇരിക്കുന്നു? ഈ രാഗത്തിന്റെ മുന്നിൽ ശ്രീരാഗമൊന്നും ഭൂപാളം വെക്കുകയല്ല. ഭൂപാളം രാവിലെ പാടുന്ന ഭൂപാളം. ആനന്ദ ഭൈരവി ഇല്ലയോ? നല്ലത്. സംഗീത വിദ്വാൻമാര്. അയ്യോ, ത്രിമൂർത്തികളൊക്കെ ഒത്തിരി കിടക്കുകയില്ലയോ ഇതിനകത്ത്? ഇല്ലേ? ത്യാഗരാജനും ത്യാഗരാജ കൃതികളും ഉന്നതന്മാര് കിടക്കും. ത്യാഗരാജനും പിന്നെ എന്തുവാ പഴയ ആൾക്കാർ പാട്ടുകാരുടെ ദൈവത്തിന് മഹത്വം. സ്വാതി തിരുനാളും ത്യാഗരാജനും ഒക്കെ എന്ത് കുഴപ്പമില്ല. അരിയക്കുടി, ശമ്മാൻകുടി, കമ്പക്കുടി, പട്ടമ്മാള്, പൊന്നമ്മാള്, എം.എസ്. സുബ്ബലക്ഷ്മി, നമ്മുടെ വസന്തകുമാരി അല്ലേ? എന്തോ ശ്രേഷ്ഠരാ. അവരൊക്കെ കിടക്കുമ്പോഴാ
ഈ സംഗീതത്തിന്റെ എക്കും പൊക്കും അറിയാത്ത നമ്മളെ ഒരു ഗിത്താറുമായിട്ട് ഇങ്ങനെ വിട്ടിരിക്കും. ചുമ്മാ പറഞ്ഞതല്ല. അപ്പൊ അങ്ങനെയുള്ള ഞാനും നിങ്ങളും എന്നാ ഞെളിയാനാ, എന്തോ പ്രശംസിക്കാനാ? ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരും കുലീനന്മാരും മിടുക്കന്മാരും ശ്രേഷ്ഠന്മാരും കിടക്ക ചെയ്ത പോഷനും പൊട്ടനും ആയ നമ്മളെ ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ടൊന്നും പ്രശംസിക്കണ്ട. വല്ലോ ഉണ്ടെങ്കിൽ കാൽവരി ക്രൂശില. പൗലോസ് പറഞ്ഞു, എനിക്കോ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇട വരരുത്. ക്രൂശും എടുത്തിനി ഞാനൻ യേശു വേപ്പിൻ ചെയ്യുകയാ പാരിൽ ജീവനൻപേർക്കാൻ വേടിഞ്ഞ നാഥനെ ഞാൻ പിൻ ചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻ ചെല്ലും. എല്ലാരും കൈവിട്ടാൽ കൃപയാൽ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. നമ്മൾ ചിന്തിച്ചു വന്നത് എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആര് കേൾക്കണം? സകല ജാതികളും സകല സൃഷ്ടികളും. എങ്ങനെ പറയണം? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. എങ്ങനെ കേൾക്കണം? ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ. 6 കേൾക്കുന്നവരെങ്ങനെ ആയിരിക്കണം? 1 എല്ലാം പൊറുക്കണം, 2 എല്ലാം ചെയ്യണം, 3 പ്രശംസിക്കുമൊന്നും വേണ്ട. 7ാമത്തെ തലക്കെട്ട് അതുകൂടെ പറഞ്ഞു നിർത്താം, അല്ലേ ഒക്കുകയല്ലോ. 7ാമത്തെ തലക്കെട്ടിന്റെ വിശേഷത സുവിശേഷത്തിന്റെ വിശേഷതയാണ്. സുവിശേഷത്തിന് വിശേഷതയുണ്ട്. അപ്പൊ എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? 7ാമത്തെ തലക്കെട്ട്. അത് പറഞ്ഞാൽ എത്ര ദിവസം പറഞ്ഞാലും തീരുകയില്ല. ഞാനാന്ന് ഒരു 22 പോയിന്റ് ഒരുക്കി വെച്ചിട്ടുണ്ട്. സുവിശേഷത്തിന്റെ 22. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നേരം പോയ നേരത്തെ താൻ അതുകൂടെ പറഞ്ഞു വെച്ചാൽ ഇവിടുന്ന് പറയണമെന്നുണ്ട്. എന്നാലും നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു. ഷൈനി ചടികടാന്ന് വായിക്കണം കേട്ടോ, വിശദീകരിക്കാൻ നേരമില്ല. ഒരു 5 പോയിന്റ് പറയാം. എന്നാ 22 ഒരു 5, 17 ഇനിയും പിന്നെങ്ങാനും ഒക്കുകയാന്നേ അത് മതി. ഗുണമാകാനാന്നേ 5 പോയിന്റ് മതി. എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. 1 സുവിശേഷം നിന്നെ രക്ഷിക്കും. വായിച്ചേ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പിന്നെ വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയായി. 1 സുവിശേഷം നിന്നെ രക്ഷിക്കും. നിന്റെ കുടുംബത്തെ രക്ഷിക്കും, നിന്നെ രക്ഷിക്കും, നിന്റെ തലമുറയെ രക്ഷിക്കും, നിന്നെ രക്ഷിക്കും. മറ്റൊരുത്തൻ രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രം രക്ഷിതാവ്. വിശദീകരിക്കുന്നില്ല. 2 വായിച്ചേ. എഫേസ്യ ലേഖനം 6:14-15 സുവിശേഷത്തിന്റെ 2ാമത്തെ വിശേഷത ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. 6:14-15 അങ്ങോട്ട് വായിക്ക് കൊടുക്കുക, സഹോദരിക്കും കൊടുക്കുക. മുമ്പേ സമയം നോക്കിയെങ്കിൽ ഇപ്പൊ പോയില്ലല്ലോ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും പിന്നെ നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം. സുവിശേഷത്തിന്റെ 2ാമത്തെ വിശേഷത ഇത് സമാധാനം തരും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, മനഃശാന്തിയില്ലാതെ ആരെങ്കിലും ഇന്ന് രാത്രി ഭാരപ്പെടുന്നെങ്കിൽ ആത്മഹത്യ അല്ല പരിഹാരം, വിഷം കഴിക്കുന്നതല്ല പരിഹാരം, റെയിൽവേ പാളത്തിൽ തലവെക്കുന്നതല്ല, കിണറ്റി ചാടി ചാകുന്നതല്ല, മറ്റു മയക്കുമരുന്നിന്റെ പുറകെ പോകാനല്ല, മദ്യത്തിന്റെ പുറകെ അല്ല. ഇന്ന് രാത്രി സമാധാനം യേശു ക്രിസ്തുവിൽ. സുവിശേഷം സമാധാനം തരുന്നില്ല. 3 സുവിശേഷത്തിന്റെ ഇതൊക്കെ മണിക്കൂറുകൾ വിസ്തരിക്കേണ്ടതാ. വേറെ വാക്യം ചേർത്ത് കോർത്തിണക്കി. പക്ഷെ ഇന്ന് പറഞ്ഞല്ലോ പ്രൈവറ്റ് ബസ്സാ, നിർത്തുന്നില്ല. പെട്ടെന്ന് ബെല്ലടിക്കുക.
സുവിശേഷത്തിന്റെ മൂന്നാമത്തെ വിശേഷത, വായിച്ചേ, സുവിശേഷത്തിന്റെ മൂന്നാമത്തെ വിശേഷത, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27 വായന. ഇത് യോഗ്യമായിട്ട് നടക്കും. അവസ്ഥ കേട്ടിട്ടോ ആ. നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് ആ. എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ആ. ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് അടുത്തത് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് അപ്പൊ ശ്രദ്ധിച്ചേ, സുവിശേഷത്തിന്റെ മൂന്നാമത്തെ വിശേഷത, ഇത് യോഗ്യമായി നടക്കും. കുടിച്ച് ലെവലില്ലാതെ നാട്ടുകാർക്കും വീട്ടുകാർക്കും അയലത്തുകാർക്കും ഒക്കെ അസഖ്യതയുണ്ടാക്കി അവരെ തെറി പറഞ്ഞ് ഭാര്യയുടെ മുടിക്കുത്തിനും പിടിച്ചിടിച്ച് കൊച്ചുങ്ങളെ ഇടിച്ച് അപ്പനെ അമ്മയും തല്ലി എല്ലാവരെയും തല്ലി ഉപദ്രവിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ സ്വസ്ഥത കെടുത്തി നടന്ന എത്ര പേരാ ഇപ്പൊ യോഗ്യമായിട്ട് ജീവിക്കുന്നത്? അതാ സുവിശേഷം യോഗ്യമായി. ഞങ്ങളുടെ സഭയിലെ തള്ള പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന്റെ കണ്ണ് പൊട്ടുന്ന ഡാഷ് ഡാഷ്. ഇപ്പോഴോ സ്വോത്രമാ പറയുന്നു, തള്ളയുടെ ഇല്ലാന്ന് ഇരിപ്പുണ്ട്, പറയത്തില്ല. ദൈവത്തിന് മകത്ത് എന്നാ യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കുന്നു, യോഗ്യമായിട്ട് സംസാരിക്കുന്നു, യോഗ്യമായിട്ട് ഇടപെടുന്നു, യോഗ്യമായിട്ട് ജീവിക്കുന്നു. പണ്ട് കാലത്ത് രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ എന്നും സന്ധ്യയാകുമ്പോ അലപ്പറയും ബഹളോ തള്ള കപ്പ ഇളകുന്ന തുടുപ്പുമായിട്ട് ഇറങ്ങി വരുന്നത്. തന്നെ ഞാൻ ഇന്ന് കാച്ചിക്കളയുമെന്ന് അവനെ കുടിച്ചു കഴിയും. ഇതായിരുന്നു പണ്ട്. കൊച്ചുങ്ങൾ പേടിച്ച് വെപ്പറാള് കയറി അപ്പുറത്തെ വീട്ടിലോട് കയറി കട്ടിലടി കയറി. ഉടനെ വല്യമ്മത്തള്ള, അയ്യോ ഇവനത് പാമ്പ് കൊത്തണേ. ഞാൻ കേട്ടതാ, സഖി കേട്ട് പറഞ്ഞതാ. കുടിച്ചു വന്ന് ഉപദ്രവിച്ചപ്പോളേ ഗതി കിട്ടു. കൊത്തണമെന്നുള്ള ആശയോടെ അമ്മ പറഞ്ഞതല്ല, തള്ളെ തല്ലി കുടിച്ചേച്ചേ. അന്നേരം തള്ള പറഞ്ഞത്, അയ്യമേ ഇവനെ കാലപാമ്പ് കൊത്തണേന്ന്. ഇപ്പോഴും ആ പദം ഞാൻ ഓർക്കുന്നു. പക്ഷെ ആ വ്യക്തി രക്ഷിക്കപ്പെട്ടു. എല്ലാ ദിവസവും വൈകുന്നേരം ആലോക്യവും ബഹളമാ. ഈ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശാന്തിയാമ്മ പാട്ടും പ്രാർത്ഥനയാ. ദൈവത്തിന് മകൻ അതാ സുവിശേഷം യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തെ യോഗ്യതയോടെ നടത്തുന്ന മാർഗമാണ് സുവിശേഷം. 1, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. 2, സമാധാനം തരും. 3, യോഗ്യമായിട്ട് നടത്തും. 4 സുവിശേഷത്തിന് എനിക്ക് 22 പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ അങ്ങ് അടങ്ങുക. 4 സുവിശേഷത്തിന്റെ 4-ാമത്തെ വിശേഷത, ഇത് നിന്നെ ഉയർത്തും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ചേ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ന്റെ 7. ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തു. മതി, നിങ്ങൾ ഉയരേണ്ടതിന്. സുവിശേഷം നമ്മളെ ഉയർത്തുന്നതാ. അയ്യോ ഈ മൈക്ക് ഇവരുടെ എല്ലാം കയ്യിലോട്ട് ഇപ്പൊ കൊടുത്താൽ, അല്ല നിങ്ങളുടെ കയ്യിലോട്ട് തന്നാൽ, അല്ല ഷൈനിയുടെ കയ്യിൽ കൊടുത്താൽ, ലീലാമ്മയുടെ കയ്യിലോട്ട്, ലീലാമ്മയുടെ കയ്യിലോട്ട് കൊടുത്താൽ, ഇവരെല്ലാം ഇവിടെ നിന്ന് പറയുന്ന ഒരു ഒറ്റ വാചകമായിരിക്കും, എന്റെ ദൈവം എന്നെ ഉയർത്തി. സ്റ്റാലിയുടെ കൊടുത്താലും ഇത് തന്നെ പറയുന്നത്, എന്റെ ദൈവം എന്നെ ഉയർത്തി. ഈ ദൈവദാസന്മാരെല്ലാം ഇതാ രാജാനി ഇതേ പറഞ്ഞു. ഈ ദൈവദാസന്മാരെല്ലാം ഇതാ, എന്റെ ദൈവം എന്നെ ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് പാപത്തിന്റെ പടുകുടിയിൽ കിടന്ന് എന്നെയും നിന്റെയും ഉയർത്തിയതാ സുവിശേഷം. എന്തിനാ ദൂരോട്ട് പോകും? ചില പറഞ്ഞ അമേരിക്കയിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഒരു സംഭവം, ഇവിടെ എങ്ങോട്ടും പോകണ്ട, എന്നെ കണ്ടുപടി. എന്തേലും ഇച്ചിരി മാന്യത കൊണ്ട് സുവിശേഷം വന്നത്. ആ കുട്ടനാട്ടിലെ കിടന്ന എന്നെ വിദ്യാഭ്യാസവും ഇല്ല, കുടുംബശ്രേഷ്ഠതയില്ല, ഒന്നും ശബ്ദവും കൊള്ളു. ഒരു തള്ള ചോദിച്ചു, എന്തിനാ കിടന്ന് കാറെന്നു? മാനുഷികമായിട്ട് യോഗ്യതയൊന്നുമില്ല. പക്ഷേ അതെ ഈ ബഹുമാന്യ ദൈവദാസന്മാരുടെയൊക്കെ കൂടെ കൊണ്ടുവന്ന് ഇരുത്തി അവൻ ദരിദ്രനെ ഉയർത്തും. സുവിശേഷം ഉയർത്തും. കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാന്നരാർ, കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാന്നരാർ, ഒപ്പമിരുത്തിയതെന്നയം അത്ഭുതം പര. 2 കാരണമാ. 1 കാല് വേദനിക്കുന്നു, 2
പാടിയ പാട്ടിന്റെ അർത്ഥമാണ്. രണ്ട് കാര്യമാണ്. കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാം നരർ ഒപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ മനുവേല വന്ദനം മന്നിലേഖനായി മനുജാതിക്കായി വന്നതാ ഉന്നതാധിപ മനുവേല. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. അപ്പൊ സുവിശേഷത്തിന്റെ വിശേഷത: 1, ഇത് രക്ഷിക്കും. 2, സമാധാനം തരും. 3, യോഗ്യമായിട്ട് പറ നടത്താൻ പഠിപ്പിക്കും. 4, ഇത് നിന്നെ ഉയർത്തും. 5, 22 പോയിന്റിൽ 5 എണ്ണോ പറയുന്നുള്ളൂ. 5 പോരെ? പിന്നെ നന്നാകാനാന്ന് ഇത് മതി, ധാരാളമോ? പിന്നെ നിനക്ക് ഗുണം വരാനാന്നേലും നന്നാകാനാന്നേലും നീ രക്ഷപ്പെടാനാ നീ 5 തന്നെ വേണ്ട. 5ാമത്തെ പോയിന്റ് സുവിശേഷത്തിന്റെ വിശേഷത. വായിച്ചേ, കൊലോസ്യ ലേഖനം 1:3. ഇത് പ്രത്യാശ തരുന്നതാണ്. യോഗം തീരുകയല്ലേ, അപ്പൊ ഇത് പറയണം. ഷൈനിയെ അങ്ങോട്ട് കൊടുക്കുമേ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന എവിടെ പിടിക്കുന്നത്? തലയിലാണോ പിടിക്കുന്നത്? വായുടെ പ്രത്യാശ നിമിത്തം ഒന്നുകൂടെ വായിച്ചേ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. മതി. സുവിശേഷത്തിന്റെ 5ാമത്തെ വിശേഷത ഇത് പ്രത്യാശ തരുന്ന മാർഗമാണ്. അയ്യോ, ഇത് മണിക്കൂറുകൾ പറയാനുണ്ട് പ്രത്യാശയെ പറ്റി. ജീവനുള്ള പ്രത്യാശ, ഭാഗ്യകരമായ പ്രത്യാശ. എന്തുവാ പ്രത്യാശ? ഒത്തിരി കാര്യമുണ്ട്. 2 കാര്യം പറയാം. പ്രത്യാശ സുവിശേഷത്തിനേ ഉള്ളു പ്രത്യാശ. എന്താ പ്രത്യാശ? 1, നമ്മുടെ നേതാവ് തിരിച്ചു വരും. അല്ല, നമ്മളെ എല്ലാം കൂടെ ഇളക്കി അയച്ച് പുള്ളി മുങ്ങിയില്ല. സ്തോത്രം. വേഗം വരാൻ ഞാൻ വീണം നൊരുക്കി, വേഗം വരാൻ ഞാൻ, വേഗം വരാൻ ഞാൻ വീണം നൊരുക്കി, വേഗം വരാൻ ഞാൻ, വേഗം വരാൻ ഞാൻ വീണം നൊരുക്കി. ഓ എന്നു നീ അരുളി ചെയ്ത പോൽ വരുവാൻ, എന്നു നീ അരുളി. ഇരിപ്പ് കണ്ടിട്ട് പുള്ളി വരുന്നതിനോട് ഒരു താല്പര്യവും ഇല്ല. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷത്തിന്റെ പ്രത്യാശ, നമ്മുടെ നേതാവ് തിരിച്ചു വരും. തിരിച്ചു വരുമെന്ന് പറഞ്ഞേച്ചാന്ന് പോയത്. അതല്ലേ വിശേഷത. ഇവിടെ വന്ന നേതാക്കന്മാരാരും തിരിച്ചു വരുമെന്ന് പറഞ്ഞല്ല പോയത്. അല്ല, പോകാൻ നേരത്തും ഒന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ പുള്ളി പോകാൻ നേരത്ത് എന്തോ പറഞ്ഞു? അതെന്തുവാ? ഇങ്ങനെ 2 ശബ്ദം. നിങ്ങളുടെ നേതാവ് എങ്ങനെയാ പോയത്? പുള്ളി പോയത് കണ്ണിങ്ങനെ മറിയുന്ന കണ്ട് അടുത്ത നിന്ന് പുള്ളി താടി കൂട്ടി, അങ്ങനെ നേതാവ് പോയത്. നിങ്ങളുടെ നേതാവ് എങ്ങനെയാ പോയത്? ഞങ്ങളുടെ നേതാവ് ഇച്ചിരി വലിവ് കൂടിയപ്പം പിന്നെ മെഡിക്കൽ കോളേജിലോട്ട് കയറ്റി. അവിടെ പിന്നെ അവരാണ്ടെല്ലാം വെച്ച് ആമ്പലിന്റെ വള്ളി പോലെല്ലാം ആയിട്ട് തീർന്നു. ഇങ്ങനെയൊക്കെയാണ് പല നേതാക്കന്മാരും പോയത്. യേശു അങ്ങനല്ല പോയത്. പോകുന്നതിന് മുന്നേ പറയുകയാ, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും. തീർന്നില്ല, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുകയാ. ഞാനവിടെ പോയി സ്ഥലമൊരുക്കി, ഞാനവിടെ പോയി അതുപോലെ ഒരു പോക്ക് പോകുകയല്ലെന്ന്. അങ്ങനെ പോയ നേതാക്കന്മാരുണ്ട്. ഒരു പോക്ക്. ഇപ്പം നടത്താം. ദൈവത്തിന് മഹത്വം. നമ്മുടെ നേതാവ് ഒരു പോക്ക് പോയതല്ല. ഞാൻ അവിടെ പോയി സ്ഥലമൊക്കെ വെച്ച് തിരിച്ചു വരും.
തിരിച്ചു വന്നുവെച്ച് നിങ്ങളെ എല്ലാം കണ്ടിച്ച് ഹായ് ലീലാമ്മ അങ്ങനെ പറഞ്ഞാണോ? ലീലാമ്മനെ നേരെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന്. ലീലാമ്മ ഒന്ന് ബലപ്പെടുവോ? അങ്ങനെ ബലപ്പെട് ഉറി. തിരിച്ചു വന്ന് നിങ്ങളെ എന്റെ അടുക്ക ചേർക്കും. തീർന്നോ? ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവനെ താൻ ഇരിക്കുന്നത് പോലെ നമ്മൾ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ. പ്രൈസ് ദി ലോർഡ്. ഇതാ സുവിശേഷം തരുന്ന പ്രത്യാശ. ഒരു കാര്യം ഇവിടെ പറഞ്ഞു നിർത്താം. മാമ ഇരിക്കാന്നെ നമുക്ക് വെളുക്കുവോളം യോഗം നടത്താം. ദൈവത്തിന് മഹത്വം. സുവിശേഷത്തിന്റെ പ്രത്യാശ. നമ്മളെ വിട്ട് മൺമറഞ്ഞ വിശുദ്ധന്മാരുണ്ട്, രക്ഷിക്കപ്പെട്ടവരെ. നമ്മുടെ അപ്പൻ, അമ്മ, സഹോദരി, സഹോദരൻ, ചിലടത്ത് ഭാര്യ, അല്ലെ ഭർത്താവ്, മക്കൾ, ചെറുപ്പത്തിലൊക്കെ മാറ്റപ്പെട്ടവര്, ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവര്. അവരെ നമ്മളൊരു ദിവസം കാണും. ഇതാ പ്രത്യാശ. അവരെ നമ്മൾ ഒരു ദിവസം അവരെ കാലം എന്തോ മുത്തൂല്ലോ, കുഴപ്പമില്ല, യോഗം തീരുകയല്ലേ, ഒരു ദിവസം കാണുമെന്ന്. ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നപിക്കാം ഗമിച്ച വിശുദ്ധരെ. ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നപിക്കാം ഗമിച്ച വിശു. ആ വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞു പോയ വിശ്വസ്തരെ. വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞു. ഓ അരുണ തുല്യമദ്യൂതി വിളങ്ങിട്ട് പല പല പ്രിയ മുഖങ്ങളെ. അരുണ പോയി ആണോ? ആരാ ഇതെല്ലാം ഓഫാക്കുന്നത്? ദൈവത്തിന് മഹത്വം. നമ്മളെ വിട്ട് മൺമറഞ്ഞ വിശുദ്ധന്മാരെ ഒരു ദിവസം കാണും. കോടി കോടി വിശുദ്ധന്മാർ. ഇതൊക്കെയാ സുവിശേഷത്തിന്റെ പ്രത്യാശ. ദൈവത്തിന് മഹത്വം. കാണുന്നത് അങ്ങനെ പട്ടിയായിട്ടും പൂച്ചയായിട്ടും വന്നുമല്ല. പട്ടി ഓടിപ്പോ അച്ചാനാണ്ടടി പോകുന്നു. അച്ചാനാന്നോടാ 4 കാലും മാലുമായിട്ട് പോകും. അനിയത്തി എഴുത്തുടഞ്ഞടി സൂസി ഇങ്ങോട്ട് ഇറങ്ങി മാടി. എന്നെ അമ്മമ്മേ ആണ്ടടി അമ്മ ഇരിക്കുന്നടി. അമ്മ 3 ആഴ്ച മുമ്പ് മരിച്ചതാ. എന്ത് ആണ്ടടി വാഴത്തണ്ട ഇങ്ങോട്ട് തന്നെ നോക്കിയായിരിക്കുന്ന. കാക്ക ഇരിക്കുന്നതിന് തള്ള പറയുക. കണ്ടോടി അമ്മയുടെ ആ ചുണ്ട് പോലെ തന്നെ. അടുക്കള പെരുമാറിയമ്മ മണമടിച്ചപ്പോ കാക്കയ്ക്ക് എന്തായാലും കിട്ടുമെന്ന് ഓർത്തു. അമ്മ വന്നിരിക്കുന്നു വാഴത്തണ്ട്. തള്ളയ്ക്ക് കസേരെ പോലെ ഇരിക്കാനാവതില്ലാതാ ഇവിടുന്ന്. എടാ പൊട്ടങ്കണാപ്പാ നീ ആവശ്യമില്ലാത്ത. ദൈവത്തിന് മഹത്വം. പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഒന്നുമല്ല കാണാൻ പോകുന്നത്, പുത്തൻ ശരീരത്തോടെ. ഏതായാലും പണ്ട് ഒരു തള്ള പറഞ്ഞ പോലെ, ഏതായാലും മാമി നരകത്തിലാന്നാ പിന്നെ കുറിച്ചിയും കൂടെ ചൂടാന്ന് പറഞ്ഞ പോലെ ഒരു വരി പാട്ടുകൂടെ പാടുക. നമ്മൾ പുത്തൻ ശരീരത്തോടെ കാണുമെന്ന്. അത് സൈമൺ സാർ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. പുതിഗന്ധം നിറയൂമി, പുതിഗന്ധം നിറയൂമി, ദേഹം തകർ നീടുമേ മംഗളം. അർത്ഥം, പൂതിഗന്ധം നിറയുന്ന ഈ ദേഹം തകരും. പൂതിഗന്ധം എന്ന് പറഞ്ഞാൽ ദുർഗന്ധം. നമ്മുടെ ശരീരം ദുർഗന്ധം വരുത്തുന്നതാ. ഇതങ്ങ് മാറും. പുതിഗന്ധം നിറയൂമി, പുതിഗന്ധം നിറയൂമി, ദേഹം തകർ നീടുമേ, ദേഹം തകർ നീടുമേ മംഗളം. മംഗളമായി നീ വാഴും നമ്മളെല്ലാരും. മംഗളം. തീർന്നില്ല, അടുത്ത വരി. അതല്ലേ ഉപദേശം. പുത്തനാകും ശരീരത്തെ, പുത്തനാകും ശരീരത്തെ ദത്തം ചെയ്യും നായകൻ. അന്ന് ദത്തം
നൃത്തം ചെയ്യും നായകൻ മംഗളം മംഗളമായി ഇനി വാഴും നമ്മളെല്ലാരും മംഗളം 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 പാടിയാവുന്ന പിന്നെ പറയാനൊക്കത്തില്ല. മംഗളം മംഗളം മംഗളം. സ്തോത്രം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമയം പോകുന്നുണ്ട്, ഇനി എഴുന്നേപ്പിച്ച് നിന്ന് ഒരു പാട്ട് ഞാൻ മുതിരുന്നില്ല.